ശ്വാസത്തോടെ ദീർഘമായി ശ്വസിച്ച ശേഷം ഉച്ഛ്വാസം ഓംകാര രൂപത്തിൽ सरस्वती वाजेभिर्वाजिनीवती यज्ञं वष्टुधिया वसु ओम. നമ്മൾ ആരംഭിച്ചത് വേദശാസ്ത്രം, ആധുനിക സയൻസ് തമ്മിലുള്ള താരതമ്യം ചെയ്തുകൊണ്ടാണ്. അത് തുടരാം. ഇടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നു, സംശയങ്ങളും പാഠ സംബന്ധമായിട്ടുള്ള ചർച്ചകളും ഒക്കെ ഇടയ്ക്ക് വന്നു. വീണ്ടും മൂലവിഷയം നമ്മൾ അവിടെ സയൻസ് പുറത്തേക്ക് നോക്കും. ഇന്ദ്രിയ ജ്ഞാനത്തെ ആധാരമാക്കിയാണ് അതിന്റെ ചിന്തകൾ. പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രകൃതി അതിന്റെ അംഗഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവയെ നമുക്ക് അനുകൂലമായി ജീവിതത്തിന് വേണ്ടവണ്ണം എങ്ങനെയൊക്കെ നിയന്ത്രിച്ച് ഉപയോഗിക്കാം. അങ്ങനെ സുഖത്തിന്റെ സുഖാവാപ്തി, കാമം. അപ്പൊ കാമം എന്ന പുരുഷാർത്ഥത്തിന് പണ്ട് തൊട്ടേ വ്യവസ്ഥകളുണ്ട്. ഇന്ന് ആ വ്യവസ്ഥയുടെ പേര് സയൻസ് അല്ലെങ്കിൽ സയന്റിഫിക് ലൈഫ്. പുരുഷാർത്ഥം കാമമാണ്. അതേസമയം ശാസ്ത്രത്തെ സംബന്ധിച്ച് കാമം പുരുഷാർത്ഥമല്ല എന്നില്ല. ഞാൻ പറഞ്ഞു, കാമസൂത്രമുണ്ട്, കാമശാസ്ത്രമുണ്ട്. പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കാതെ മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കും, മറ്റൊരു പുരുഷാർത്ഥത്തെ പകരം വയ്ക്കുന്നു. ഇതാണ് ശാസ്ത്രവും സയൻസും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസം. കാരണം അതിന്റെ ഫോക്കസ്, മുഖ്യ താല്പര്യം ഏതിലാണോ അതനുസരിച്ചാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ സാധാരണ നിലയിൽ സയൻസും അതുപോലെ ശാസ്ത്രവും ഒക്കെ, ശാസ്ത്രം എന്ന ഭാരതീയമായിട്ടുള്ള പരമ്പരയിലെ വിജ്ഞാനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പൊതുവെ പറ്റുന്ന ഒരു കുഴപ്പം, ഈ ഒരു കേന്ദ്ര വിഷയത്തെ അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല. അപ്പൊ കാമത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ ശരിക്കും ഒരു തുലന, ഒരു കമ്പാരിസൺ വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം മോക്ഷം എന്ന ഒരു വിഷയം, സുഖത്തെ നേടുക എന്നതിനപ്പുറത്തേക്ക് ദുഃഖത്തെ ഒഴിവാക്കുക, ദുഃഖമില്ലാത്ത സുഖത്തിലായിരിക്കുക. ഇതാണ് വ്യത്യാസം. സുഖം നേടുക എന്നതിന് പല കാര്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവിടെ അഭിപ്രായ ഭേദമുണ്ട്. ഭിന്ന രുചിർഹി ലോക, ലോകത്തിന്റെ രുചിഭേദം അനുസരിച്ച് സുഖഭേദമുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സുഖമുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ ഇഷ്ടാനിഷ്ടങ്ങളെ ചുറ്റി പറ്റി നിൽക്കുന്ന ജീവിതമാണ് ഈ കാമം എന്ന പുരുഷാർത്ഥത്തിൽ വരിക. അപ്പൊ അവിടെ ആണ് സയൻസ് എന്ന് പറയുന്നത് നമ്മെ എയ്ഡ് ചെയ്യുന്നത്. അതെക്കാലത്ത് കൊണ്ട് ഇന്നത് സയൻസ് എന്നുള്ള ഒരു പേരിൽ, അല്ലെങ്കിൽ ഏതാ ഒരു പ്രാമാണിക ജീവിത ചിന്ത, അല്ലെങ്കിൽ പ്രബലമായ ഒരു രാഷ്ട്ര പദ്ധതി ആധുനിക രൂപത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണല്ലോ. അപ്പൊ യൂറോ കേന്ദ്രിതം എന്ന് പറയാം. യൂറോ സെൻട്രിക് ആണ് ആ വ്യവഹാരം. അവര് കാമപുരുഷാർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തു. അതിലൂടെ അവരൊരു സമ്പ്രദായത്തെ ലോകത്തെ പഠിച്ചിട്ട് തന്നെയാണ്, ലോകത്തെ പഠിച്ചിട്ടും ഒപ്പം നമ്മളുടെ മറ്റു പരമ്പരകളിൽ നിന്ന് അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് തോന്നും
വേക്കൻഡായിട്ടുള്ള ആളുകളെ ഒക്കെ നോക്കിയാൽ അറിയാം. ഇതര സംസ്കൃതികളിൽ എന്തുണ്ടോ അതിൽ അവർക്ക് മനസ്സിലാവുന്നവണ്ണം നന്മകളെ അവര് ഉൾക്കൊണ്ടു പലപ്പോഴും ഊറ്റിയെടുത്തു, അവിടെ പ്രത്യേകിച്ച് സ്രോതസ്സുകളൊന്നും അവശേഷിപ്പിക്കാതെ. കാരണം അതിലൊരു കച്ചവടം എന്ന് പറയുന്ന സംഗതി കൂടി, വെറും വിജ്ഞാന സൗകര്യമല്ല സയൻസ് എന്ന് പറയുന്നത്, അതിലൊരു കച്ചവടം കൂടിയുണ്ട്. കാരണം ആ കച്ചവടവും മറ്റു സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കൂ. സയൻസ് എന്ന് പറയുന്ന വ്യവഹാരം കൊണ്ട് നടക്കണം, അതിന്റെ പരീക്ഷണ നിരീക്ഷണ രീതിയൊക്കെ അത്ര നിർദോഷമൊന്നുമല്ല. അപ്പൊ അത് പ്രകൃതിയിലെ ഈ പറഞ്ഞ പ്രകൃതിയെ കൂടെ നിർത്തണമല്ലോ. പ്രകൃതിയെ നിയന്ത്രിക്കണമെങ്കിൽ ഒരുപാട് ലേബർ ഫോഴ്സുകൾ, ഒരുപാട് മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യ ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിന് അത്യാവശ്യമാണ്. അപ്പൊ അവിടെയൊക്കെ ചൂഷണവും മറ്റു കാര്യങ്ങളൊക്കെ വരും, അത് അവിടെ നിൽക്കട്ടെ. ഈ കാമം എന്ന പുരുഷാർത്ഥത്തെ മുൻനിർത്തിയാണ് ആധുനികര് ശേഷം യൂറോപ്പിനെ കേന്ദ്രമാക്കിക്കൊണ്ട് നിലനിൽക്കുന്ന ആധുനിക ജീവിതം, അതില് അവരെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. അവരിതെല്ലാം കണ്ടിരുന്നു. ഭാരതത്തില് ശാസ്ത്രമുണ്ടെന്നും മോക്ഷം എന്നൊരു വിഷയമുണ്ടെന്നും ഒക്കെ അവർക്ക് അറിയാത്തതല്ല, അറിയാം. പക്ഷെ അതിനെ അവര് വിചാരണീയ കൂടി നിലനിർത്തി, സാധ്യ കൂടി നിലനിർത്തി. ഇപ്പോഴത്തെ ഒരു ആവശ്യമായിട്ട് കണ്ടില്ല. നമ്മെ സംബന്ധിച്ച് നമ്മൾ ജീവിച്ച് നൂറ്റാണ്ടുകളായി യുഗങ്ങളായി ജീവിച്ച് വന്ന നിർദ്ധരിച്ച് ഫിൽട്ടർ ചെയ്ത് നമ്മൾ എത്തിച്ചേരുന്ന നിലപാടുകളുണ്ട് ജീവിതത്തെ സംബന്ധിച്ചുള്ള. അവിടെയാണ് ഈ കോംപ്രമൈസ് നമുക്ക് പറ്റാതെ പോകുന്നു പലപ്പോഴും. കാമം എന്ന പുരുഷാർത്ഥം നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്, അതിനൊരു കൃത്യമായ സ്ഥാനവും കൊടുത്ത് അതിനെ മാറ്റി നിർത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യ ജീവിതത്തിന് പോകാനുണ്ട്, അല്ലെങ്കിൽ പോകേണ്ടതുണ്ട്. മനുഷ്യ ജീവിതത്തിലേ അതിന് സാധ്യതയുള്ളൂ എന്നതുകൊണ്ട് ഇതര മൃഗജീവികൾക്കെല്ലാം തുല്യമായിട്ട് സാധാരണ ജീവിയെ അല്ല, ജീവി എന്ന് പറയുന്ന എന്താ പറയുന്ന ഈ പൊതുവായിട്ട് ജീവലോകത്തിന് വേണ്ടതാണ് കാമ പുരുഷാർത്ഥം. പക്ഷെ അവയെല്ലാം അപ്പൊ ഈ പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു പ്രവണതയുണ്ട്. ഈ ഇഷ്ടത്തെ സാധിക്കുക, ഇഷ്ടത്തിന് വിപരീതം വരുന്നിടത്ത് ദ്വേഷം ഉണ്ടാവുക, ഇതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, ഇച്ഛ, ദ്വേഷം, ഇതൊക്കെ ആത്മാവിന്റെ സ്വഭാവമാണ്. അപ്പൊ അതെല്ലാ ജീവി വർഗങ്ങളിലും ഉള്ളത് കൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഈ ഒരു പ്രവണതയുണ്ട്, കാമം എന്ന് പറയും. പിന്നെ വിശേഷ കാമം എന്ന് വെച്ചാൽ അതാത് ജീവജാലങ്ങള് അവയുടെ സന്തതികളെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഉപായങ്ങൾ, അതും കാമം. മൈഥുനം എന്ന് പറഞ്ഞ ആൺപെൺ ബന്ധവും മറ്റു കാര്യങ്ങളും, അതെല്ലാം കാമ പുരുഷാർത്ഥത്തിൽ വരുന്ന. അപ്പൊ അതിനൊരു സാമാന്യത വന്നു, എല്ലാ ഇടത്തും വേണം, എല്ലാവർക്കും വേണം. ഈ എല്ലാവർക്കും വേണ്ടത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ജനാധിപത്യം ഉൾപ്പെടെയുള്ള അത്തരം സംവിധാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വരും. ആ നിലയിലാണ് മനുഷ്യനെയും അവർ കണ്ടത്. യൂറോസെൻട്രിക്കായ യൂറോപ്യൻ കേന്ദ്രിതമായിട്ടുള്ള വിജ്ഞാന പദ്ധതികളുടെ വലിയൊരു പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാഴ്ചപ്പാട്. അവരെല്ലാത്തിനെയും സാമാന്യവൽക്കരിച്ചു. കാരണം അവിടുന്ന് കിട്ടിയ വലിയൊരു മാനവിക ആദർശത്തിന്റെ പേര് സോഷ്യലിസമാണ്, സമത്വവാദം. ഈ സോഷ്യലൈസ് ചെയ്യുമ്പോൾ എല്ലാം സോഷ്യലൈസ് ചെയ്യപ്പെട്ടു. വേദസ്വാമികളും മറ്റും ഈ വിഷയത്തില് അവരുടേതായിട്ടുള്ള ദർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരിത് കണ്ടിട്ടുണ്ട്, ഈ വിഷയങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മളിപ്പോ ചെയ്യുന്ന പോലെ ഇരുന്നെഴുതാനും പറയാനും പഠിപ്പിക്കാനും ഉള്ള സമയം കിട്ടിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് അതൊക്കെ വരാതെ പോയത് ഞാൻ കരുതുന്നു. ഒരു 8-9 വർഷത്തോളമുള്ള നിരന്തരമായിട്ടുള്ള ഈ യൂറോപ്പ് കേന്ദ്രങ്ങൾ, അതായത് ഈ ചിന്തകളൊക്കെ സയൻസ് എന്ന് പറഞ്ഞ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്ന കാലത്ത് ആത്മീയതയുടെ പ്രതിനിധിയായിട്ട്, വിശേഷം എന്റെ രാജ്യത്തിന്റെ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാജ്യം ആത്മീയ പ്രവണമാണ്. ഇറ്റ് ഈസ് ഫണ്ടമെന്റലി ഇൻക്ലൈൻഡ് ടു സ്പിരിച്വാലിറ്റി. ഭാരതത്തെ സംബന്ധിച്ച് അദ്ദേഹം അവതരിപ്പിച്ച വലിയൊരു കാഴ്ചപ്പാടാണ് രാഷ്ട്രജീവിതം. അത്
ഒന്നും രണ്ടും ദിവസത്തെ കാര്യമല്ല, ഒന്നോ രണ്ടോ ആളുകളുടെ കാര്യമല്ല. നൂറ്റാണ്ടുകളായിട്ട്, യുഗങ്ങളായിട്ട് ഒരു പ്രത്യേക ദേശത്തെ, സ്ഥാനത്തെ ആശ്രയിച്ച് അതിനെ പുലർത്തി അതിൽ തന്നെ വേരിറക്കി അങ്ങനെ പോകുന്നു. വലിയ വടവൃക്ഷങ്ങളോടൊക്കെയാണ് നമുക്കതിനെ, ഈ ദേശീയ ജീവിതത്തെ തുലനം ചെയ്യാൻ കഴിയും. അതിന് പറ്റുന്ന ഒരു ഉപമ പറഞ്ഞാൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ബനിയാൻ ട്രീ എന്ന് പറയുന്ന വലിയൊരു ആൽവൃക്ഷമുണ്ട് ബംഗാളിൽ. അത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഏക്കറുകളാണ് അത് കിടക്കുന്നത്, ഒറ്റ ഒരു വൃക്ഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ഐക്യം, എത്രത്തോളം അത് ആഴത്തിൽ പോകാൻ കഴിയുമോ അത്രത്തോളം ആഴത്തിൽ പോകുന്നു. അത്ര കണ്ട് അതിന് ബലം ഉണ്ടാവുകയും അത് പരക്കുകയും മറ്റുള്ളതിനെ ഒക്കെ അത് തന്നില് ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇപ്പൊ രാഷ്ട്ര ജീവിതം എന്ന് പറയുന്നത് വേദത്തിന്റെ ഒരു വീക്ഷണം കൂടിയാണ്. വേദമാണ്, അല്ലെങ്കിൽ വൈദിക ജീവിതമാണ്, വൈദികരാണ്, വൈദിക ജനതയൊക്കെയാണ് രാഷ്ട്രം എന്ന ആശയത്തെ മുന്നോട്ട് വെച്ചത്. മറ്റെങ്ങും അങ്ങനെ ഒരു ആശയമില്ല. വയം രാഷ്ട്രേ ജാഗ്രിയാമ ദ്രൗതി കാണും. അപ്പൊ ഒന്നോ രണ്ടോ മനുഷ്യര്, അല്ലെ ഒന്നോ രണ്ടോ കൂട്ടങ്ങള്, ക്ലാസ് ഒക്കെ പറയത്തില്ലേ, ക്രീഡ്, കാസ്റ്റ്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോയാൽ മാത്രമേ രാഷ്ട്രജീവിതം സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളുടെ സാധാരണ ജീവജാലങ്ങൾ എങ്ങനെയാണോ അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്, അതിനപ്പുറത്തേക്ക് കൂടുതൽ ആഴത്തിൽ അതിജീവനത്തിന് വേണ്ടി ശ്രമിച്ച ജനതയാണ് രാഷ്ട്രത്തെ ഒഴിവാക്കിയത്. അപ്പൊ അവരതിനകത്ത് ഒരു ചിരന്തനത, സ്ഥായിത, ചിരഞ്ജീവികളെ കണ്ടു. മഹാഭാരതത്തിലും മറ്റും നമ്മൾ ചിരഞ്ജീവികളെ കാണും. അപ്പൊ സ്ഥായിയായ ജീവിതത്തിന്റെ വഴികളും മറ്റും അന്വേഷിച്ചിട്ടാണ് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വന്നത്. അത് പണ്ട് തൊട്ടേ ഉണ്ട്. ചരിത്രത്തിന്റെ വഴികളിലേക്ക് എപ്പം നോക്കിയാലും, ഏത് ചരിത്ര അംശങ്ങളിൽ നോക്കിയാലും നമുക്ക് ഈ രാഷ്ട്ര ജീവിതത്തെ കാണാൻ കഴിയും. അപ്പം ചരിത്രത്തെക്കാൾ പഴയതാണ് രാഷ്ട്രം എന്ന് പറയേണ്ടി വരുന്ന അത്രയും പഴമയും ആഴവും ഒക്കെ അതിനുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു രാഷ്ട്ര ജീവിതത്തില് ആണ് മനുഷ്യരെ കണ്ടത്. മനുഷ്യര് രാഷ്ട്രത്തിൽ ഉണർന്നിരിക്കണം, വെറുതെ ഉണർന്നിരുന്നിട്ട് കാര്യമില്ല. രാഷ്ട്രത്തിൽ ജാഗരണം കൊള്ളണം എന്നതാണ് വേദത്തിന്റെ നിർദ്ദേശം. അപ്പൊ രാഷ്ട്ര ജീവിതത്തെ വേദം മുന്നോട്ട് വെക്കുന്നു. വൈദികരാണ് ഏറ്റവും മികച്ച രാഷ്ട്ര മാതൃകകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ വഴിക്കൊക്കെ നമുക്ക് ഏറെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വേദശാസ്ത്രത്തിന്റെ പ്രാധാന്യം പറയുന്നത് സൂചന ഇത്രയേ ഉള്ളൂ. അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഓരോ പുരുഷാർത്ഥത്തിനും ശാസ്ത്രം വെച്ചു നമ്മൾ. അർത്ഥം, കാമം, പിന്നെ ധർമ്മം, അതുപോലെ മോക്ഷം, ഇവയ്ക്കെല്ലാം ശാസ്ത്രമുണ്ട്. അർത്ഥശാസ്ത്രകാരൻ കൗടല്യൻ, അദ്ദേഹം ഈ പറയുന്ന ഒരു വലിയ കെയോസ് ഒരു 2500 വർഷം മുമ്പ് മൊത്തം ലോകത്തുണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാഷ്ട്ര ജീവിതം കരുപ്പിടിപ്പിച്ച ആളുകൾക്കിടയിൽ, നമ്മൾ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും അതിന്റെ അനുവൃത്തികൾ ഉണ്ടായി. ഇവിടെ രാഷ്ട്ര ജീവിതം വന്നപ്പോൾ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായി. അപ്പോൾ എന്തുണ്ടാവുന്നു? ചേരിതിരിവ്. ഓക്കെ, ചേരി ചേരാനായിട്ടില്ല കാണുന്ന പോലെ ചേരികൾ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കിടമത്സരം ഉണ്ടാവും. ഈ കിടമത്സരമൊക്കെ വന്ന് അങ്ങനെ വലിയ കുഴപ്പം പിടിച്ചൊരു സമയം ആയിരുന്നു ആ കാലം, കൗടല്യന്റെ കാലം. വലിയ വലിയ ജനപദങ്ങൾ, മഹാജനപദങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങനെ പിരിഞ്ഞ് പരസ്പരം മത്സരിക്കുകയൊക്കെ ചെയ്തു. കുറച്ചൊക്കെ ആരോഗ്യകരമായിട്ടുള്ള സംഗതികൾ ഉണ്ടായ കാരണം ആ സമയത്താണ് വലിയ ഋഷികുലങ്ങള് പിന്നെ പ്രവർത്തിച്ചത്. പക്ഷെ എന്നാലും രാഷ്ട്രജീവിതം എന്ന് പറഞ്ഞൊരു സംഗതിക്ക് ഓട്ടം വന്നു. അപ്പം വീണ്ടും അർത്ഥശാസ്ത്രത്തിന്റെ പരമ്പര സജീവമാക്കിക്കൊണ്ട് ചാണക്യൻ എന്ന് പറയുന്ന മഹാബ്രാഹ്മണൻ അദ്ദേഹം പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാം, ശൂദ്ര കുലത്തിൽ നിന്നുമുള്ള പിന്നെ ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഏറ്റവും മികച്ച റിപ്പബ്ലിക് എന്നാണ് അതിനെ നമ്മുടെ അംബേദ്കറും മറ്റും പറയുന്നത്. ഏറ്റവും ഭാരതീയ സംസ്കാരത്തെ വിമർശന ദൃഷ്ടിയോടുകൂടി, കടുത്ത വിമർശന ദൃഷ്ടിയോടുകൂടി സമീപിച്ച അംബേദ്കർ പറയുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മികച്ച പ്രയുക്തരും അപ്ലൈഡ് ഫോം ഓഫ് ഡെമോക്രസി, റിപ്പബ്ലിക്കൻ വ്യവസ്ഥ എന്നൊക്കെ പറയത്തില്ല, റിപ്പബ്ലിക്. അതായത് ജനകീയത ഉള്ള, ജനങ്ങൾക്ക് ജനജീവിതത്തിന് വേണ്ട വിഭവങ്ങളോട് കൂടിയ എല്ലാ വൈഭവങ്ങളും തികഞ്ഞ, അതിന് ഏറ്റവും മികച്ച രൂപമായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച രൂപമായിട്ടാണ് മൗര്യ സാമ്രാജ്യത്തെ കാണുന്നത്. അപ്പോൾ വൈദികമായിട്ടുള്ള ദർശനമാണ് അതിന് അടിത്തറയായിരിക്കും. കാരണം ചാണക്യൻ അവതരിപ്പിക്കുന്ന
അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് വൈദികമായിട്ടുള്ള ചിന്തയാണ്, പുരുഷാർത്ഥ ചിന്തയാണ്. നമുക്കിന്ന് ആ ബോധ്യങ്ങളില്ല. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതല്ലാതെ ഇതൊക്കെ ഡിസിപ്ലിൻസ് ആണ്, ശാസ്ത്രങ്ങളാണ്, ശാസ്ത്രാംശങ്ങളാണ്, അല്ലെങ്കിൽ വേദശാസ്ത്രം എന്ന് പറയുന്നതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് ആണ്, പടവുകളാണ്. വിവേക സോപാന പരമ്പര എന്ന് പറയും. വിജയത്തിലേക്കുള്ള ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള വ്യക്തിഗതമോ സാമൂഹികമോ ഒക്കെയായ പുരോഗതി, ജീവിതത്തിന്റെ വിജയം, അതിലേക്കുള്ള പടികളാണ്. അപ്പൊ പടികൾ 1, 2, 3 അങ്ങനെ പോകുമ്പോഴാണ് വിവേകത്തിന്റെ സോപാനങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതത്തിന്റെ വിജയം ഉറപ്പാവുന്നത്. അപ്പൊ ആ പടവുകളാണ് ധർമ്മശാസ്ത്രം, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, മോക്ഷശാസ്ത്രം. അപ്പൊ ഈ ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള ദൃഷ്ടി ചേർത്തൊരു യോഗാത്മകമായ സമഗ്രതയിലുള്ള ഒരു ദൃഷ്ടി നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ വ്യത്യാസം വിവേന്ദ്രസ്വാമികൾ പറഞ്ഞ പോലെ അധ്യാത്മ പ്രവണമാണ് രാഷ്ട്രജീവിതം ഭാരതത്തെ സംബന്ധിച്ചു. രാഷ്ട്രത്തിന്റെ ദർശനം നൽകിയത് നമ്മളാണ് എന്ന് പറഞ്ഞു. രാഷ്ട്രം എന്നത് കൃത്യമായിട്ട് അതിനെ നിർവചിച്ച് എന്തൊക്കെ ഘടകങ്ങൾ ചേർന്നതാണ് അത് എന്ന് താത്വികമായിട്ട് അതിന് രൂപരേഖ നൽകി. ഋഷികൾ എങ്ങനെയാണ് ആ രാഷ്ട്ര ജീവിതത്തെ കണ്ടത് എന്നത് അത് വീണ്ടെടുത്തുകൊണ്ട് ഒരു വലിയ ക്ലേശകാലത്ത് 2500 വർഷം മുമ്പത്തെ മാനവ ചരിത്രം മൊത്തം വേൾഡ് ഹിസ്റ്ററി നോക്കുമ്പോൾ അറിയാൻ കഴിയും എന്തൊക്കെ കാലുഷ്യങ്ങളാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഏറ്റവും സമർത്ഥമായ രാഷ്ട്ര ജീവിതത്തിലേക്ക് സ്വയം മാറിയ മെഗസ്തനീസ് രേഖപ്പെടുത്തുന്നതനുസരിച്ച്, അലക്സാണ്ടറിന്റെ ആക്രമണവും മറ്റും അറിയാം, രേഖപ്പെടുത്തുന്നതനുസരിച്ച് ഈ ജനത, ഇന്ത്യക്ക എന്ന് പറയുന്നത് അതിന്റെ ഫ്രാഗ്മെന്റ്സ്, മുഴുവൻ ഗ്രന്ഥം നമുക്ക് കിട്ടിയിട്ടില്ല. ഗ്രീക്ക് ചരിത്രകാരനായിരുന്നു. അപ്പം അലക്സാണ്ടറിന്റെയും മറ്റും ആ കാലത്തെ പോളിറ്റി, രാഷ്ട്രജീവിതം എന്തായിരുന്നു എന്ന് അറിയിക്കുന്നു. ഫ്രാഗ്മെന്റ്സ് ആണെങ്കിലും അത് വളരെ സമൃദ്ധമാണ്. അപ്പൊ അവിടെ നമ്മുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഈ ജനത പുറത്തേക്ക് അക്രമാസക്തരല്ല, ആക്രമണകാരികളല്ല. പുറത്തേക്ക് ഇവർ ആവശ്യത്തിന് വേണ്ടി അവരുടെ രാഷ്ട്രത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അവർ പുറത്ത് പോയിട്ട് യുദ്ധാധികാരങ്ങളിൽ ഏർപ്പെടാറ്. അന്യരോട് മത്സരിച്ച് അവരെ കീഴ്പ്പെടുത്തി അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് അങ്ങനെ രാഷ്ട്രത്തെ പെരുപ്പിക്കുന്ന രീതി അവർക്കില്ല. എന്നാൽ സുസജ്ജമാണ്, സ്വസ്ഥമാണ്. പരാശ്രയത്വം ഇല്ലാത്തത് ഒരു വലിയ അംശം. ആത്മാശ്രയത്വം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു ശക്തിക്കും അവരെ കീഴടക്കുവാനാവില്ല. അവ സോവർണിറ്റിയും നിലനിർത്തിയുണ്ട്. പരമാധികാര രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പമാണ് നമുക്ക് ഇന്ത്യക്ക എന്ന ഗ്രന്ഥത്തില് 2300 വർഷം ഏതാണ്ട്, ഉദ്ദേശം 2300 വർഷം മുമ്പുള്ള ഗ്രീക്ക് ചരിത്രകാരന്റെ വിവരണത്തിൽ മനസ്സിലാവും. അപ്പൊ അത് അദ്ദേഹം അലക്സാണ്ടറുടെ വലിയ പര്യടനം അല്ലെങ്കിൽ ലോകയാത്ര എന്ന് പറഞ്ഞാൽ അതില് ഇന്ന് പ്രധാനപ്പെട്ട, ഇന്നും തലപ്പന്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന രാഷ്ട്രങ്ങളുടെ, ദേശീയതകളുടെ, നാഷണാലിറ്റികളുടെ ഒക്കെ വർണ്ണന അതിലുണ്ട്. അപ്പൊ അതൊക്കെ താണ്ടിയാണല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ അലക്സാണ്ടറിന്റെ വിശ്വവിജയം എന്ന് പറഞ്ഞ സംഗതി നടന്നിരിക്കുന്നു. അപ്പൊ അതില് ഇങ്ങനെ ഒരു വർണ്ണന, ഇങ്ങനെ ഒരു വിവരണം ഭാരതത്തെ സംബന്ധിച്ച് മാത്രമേ. പുറത്തേക്ക് ആക്രമിക്കുവാൻ പോകാറില്ല, അകത്തേക്ക് ആക്രമണത്തെ അനുവദിക്കുകയുമില്ല. അത്ര കണ്ട് സുസജ്ജമാണ്. അപ്പൊ ഇന്നും നമുക്കതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും അതുണ്ട്, എത്രയെങ്കിലും ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇന്നും സംസാരിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സയൻസ് മാത്രമേ പറയുകയുള്ളൂ. നാടോടുമ്പം നടുവേ, അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഭാരതീയത എന്ന് പറയുന്ന ഒരു വലിയ അംശം, അത് ഭാരതത്തിൽ മാത്രമുള്ളതോ ഭാരതീയർക്ക് മാത്രമുള്ളതോ ഭാരതീയർക്ക് മാത്രം വേണ്ടതോ അല്ല. പൊതു മനുഷ്യ സമൂഹത്തിന് വേണ്ട അംശങ്ങളാണ് ഏറെ. ഇന്ത്യ വാട്ട് ക്യാൻ ഇറ്റ് ടീച്ച് അസ് തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ ആധുനിക ചരിത്രകാരന്മാരുടെ, എൽ ഭാഷ, ടോയൻബി തുടങ്ങിയുള്ളവരുടെ ഒക്കെ കൃതികൾ, മാക്സിമുള്ളവർ ഇവരുടെയൊക്കെ കൃതികളുണ്ട്. എന്താണ് ഇന്ത്യക്ക് പഠിപ്പിക്കുകയാണ്?
വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. അത്ഭുതമാണ് ഇന്ത്യ. ഇതെല്ലാം ഗ്രന്ഥനാമങ്ങൾ. ആധുനിക ചരിത്രകാരന്മാര് ഭാരതീയ ജീവിതത്തെ നോക്കി പഠിച്ചിട്ട് പറഞ്ഞു, വിദേശികൾ. പക്ഷെ അവര് അതിനെ ശ്രദ്ധിച്ചു. അതിൽ എന്ത് ഘടകങ്ങളാണ് മൊത്തം മാനുഷികത്തിന് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളത്. ഇവിടെ ടോയിൻബി ആധുനിക 20ാം നൂറ്റാണ്ടിലെ ആധുനിക ഏറ്റവും മികച്ച ചരിത്രകാരന്മാരിലൊരാളാവും, ചരിത്ര പഠിതാക്കളിലൊരാൾ. ഒരു ഈ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിന് വേണ്ടി ഒക്കെ ചരിത്രം എഴുതുന്ന രീതി വിട്ടിട്ട് മനുഷ്യകുലത്തിന് വേണ്ടി ചരിത്രം അത് വലിയൊരു ആയുധമാണെന്നും അത് ദുരുപയോഗം ചെയ്യാത്ത വിധം സംരക്ഷിച്ച് നിലനിർത്തേണ്ടതാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യകുലത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു പൊതുചരിത്രം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു വലിയ ചരിത്രകാരനാണ് ആർണോൾഡ് ടോയിൻബി. അപ്പൊ അദ്ദേഹം പറയുന്നത് അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഒടുവില് ഭാരതീയരോട്, നിങ്ങൾ ഈ സയൻസ് എന്ന് പറഞ്ഞ ഇപ്പോൾ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നു, തന്റെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നു. വിജ്ഞാനം എന്നോ വിജ്ഞാനാഭാസമെന്നോ പലപ്പോഴും പറയേണ്ടി വരുന്നു. ആ ബഹളങ്ങള്, എന്താണ് അതിന്റെ പറയുന്നത്, പിന്നെ അവകാശവാദങ്ങള്, വലിയ വിഡംബനകൾ, ഇതാണ് ശരി, ഇത് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ് എന്ന മട്ടിൽ അങ്ങനെ എല്ലാത്തരം മറ്റ് ജീവിത പരിസരങ്ങളെയെല്ലാം തുച്ഛമായിട്ട് കണ്ടുകൊണ്ട്, ബാക്കി ഒരു ജനതയ്ക്കും വിവരമില്ല എന്ന് കണ്ടുകൊണ്ട്, ഇതാണ് പഠിക്കേണ്ടത്. അതിനോട് ചരിത്രത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ്, ഓരോ ദേശത്തും അവര് കച്ചവടവുമായി എത്തുകയും പിന്നീട് ഭരണകുത്തക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തു. നമ്മുടെ ദേശവും നേരത്തെ പറഞ്ഞ മഗസിനേസ് പറഞ്ഞ ആ ഒരു ചാണക്യന്റെ ഉണർവില്ലാത്ത കാലത്ത് നമ്മളും കുറേയൊക്കെ അതിന് വശംവദരായി തീർന്നു. രാഷ്ട്രീയ ജീവിതം അടിമപ്പെട്ട ഒരു കാലവും നമുക്കുണ്ടായിരുന്നു എന്ന് മറക്കല്ല്. അപ്പം അവിടെ പിന്നെ ഈ സയൻസ് എന്ന് പറയുന്ന ഈ കോലാഹലങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെടരുത്. ഈ ചുറ്റുപാടും കാണുന്ന സംഗതിയെല്ലാം പരിഷ്കാരത്തിന്റെ മറവില് വലിയ പരമ്പരയെയും മനുഷ്യജീവിതത്തിന്റെ സാർത്ഥകതയും നിരാകരിക്കുന്നതാണ്. മനുഷ്യജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ നിരാകരിക്കുന്നതാണ് ഈ പ്രവണത. ആ പ്രവണതയ്ക്ക് അല്ലയോ ഭാരതീയരെ, എല്ലാ മനുഷ്യരാശിയെയും മുൻനിർത്തി ഞാൻ കേണപേക്ഷിക്കുന്നു, നിങ്ങൾ അതിന് വീണു പോകരുത്. കാരണം നിങ്ങളുടെ രാഷ്ട്രം മാത്രമേ അതിന് കെൽപ്പുള്ളതായിട്ടുള്ളൂ. നിങ്ങളുടെ രാഷ്ട്രത്തിന് മാത്രമേ അതിന് സാമർഥ്യമുള്ളൂ മറ്റൊരു വഴി കാട്ടിക്കൊടുക്കുക. കാരണം ബാക്കിയുള്ളവരെല്ലാം ഏതാണ്ട് എന്തായി, അതിന് വശീഭൂതരായി. സംസ്കാരം, സിവിലൈസേഷൻ എന്ന് പറഞ്ഞ പരിഷ്കാരത്തിന്, സംസ്കാരത്തെ വിട്ടുകൊടുത്തുകൊണ്ട് പരിഷ്കൃതി എല്ലാം പുറംപൂച്ച. പുറത്ത് എത്ര കണ്ട് പുറത്ത് കാട്ടാമോ അങ്ങനെ പുറത്ത് കാട്ടി അത് കച്ചവടത്തിന്റെ തന്നെ ദൃഷ്ടിയാണ്. കാമത്തിനത് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിവിടെ കാമത്തെ ഉപദേശിച്ചവരാണ്. കാമശാസ്ത്രം നമുക്കുണ്ട്, പ്രകടനപരത എല്ലാം പറയും. അപ്പൊ എന്തും പ്രകടനപരമാക്കി നൈമിഷികതയെ ആഘോഷിച്ചു. കാലം ഒരു തുടർച്ചയാണെന്ന്, നമ്മളുടെ ജീവിതം തുടർച്ചയാണെന്ന് ഒരിക്കലും കാണാം. ഒരു ശൃംഖലയുടെ കണ്ണു ചേർന്ന് പോകേണ്ടവരാണ് നമ്മളൊക്കെയും എന്ന് ചിന്തിക്കാതെ ലിവ് ഇൻ പ്രസന്റ് എന്ന് നിർബന്ധിച്ച് ഒരു പ്രത്യേകതരം കുഴപ്പത്തിലാക്കിയിരിക്കുകയാണല്ല. അപ്പൊ അത് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭാരതീയരോട് അപേക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ അതിനു മുമ്പ് വിവേകാനന്ദ സ്വാമികളോടെ പോയല്ലോ, ഒരു ബ്രിഡ്ജായിട്ട് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഒരു പാലം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ഇങ്ങനെ ഭിന്നമായി നിന്നാൽ പറ്റില്ല. കീഴടക്കല്, സമരകോലാഹലങ്ങള്, ആക്രമണങ്ങള്, ഇതിനൊക്കെ ഒരു അറിവ് ഉണ്ടാവണം. ഇതൊന്നും യഥാർത്ഥ പരിഷ്കൃതിയുടെ ലക്ഷണമല്ല, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കീഴടക്കുന്നതും വിളിക്കുന്നതും ഒക്കെ. അപ്പൊ അവിടെ എന്ത് മൂല്യമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്? അപ്പൊ അദ്ദേഹം ഋഷി പരമ്പരയുടെ, ഏറ്റവും പ്രാചീനമായ ഋഷി പരമ്പരയുടെ പേരിലാണ് അവിടുത്തെ ജനതയെ സഹോദരന്മാരെന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തു. ഏറ്റവും പ്രാചീനമായ ഋഷി പരമ്പര സന്യാസി പരമ്പര. എന്താ കാരണം? മറ്റൊരു ആ സംബോധനയില് മറ്റു പരമ്പരകൾ അനേകം ഉണ്ടല്ലോ, നമുക്ക് തന്നെ അനേകം പരമ്പരകളുണ്ട് വിജ്ഞാനത്തിൽ. എന്തുകൊണ്ട് ഋഷി പരമ്പര അല്ലെങ്കിൽ സന്യാസി പരമ്പര എന്ന് പറഞ്ഞു? കാരണം കാമാതുരമല്ല നമ്മുടെ രാഷ്ട്രദർശനം, സാമൂഹ്യ ദർശനം.
മറിച്ച് മോക്ഷാതുരമാണ്. മോക്ഷത്തിന് വേണ്ടി മുമുക്ഷുക്കളുടേതാണ്, മോക്ഷം ഇച്ഛിക്കുന്നവരുടേതാണ്. അപ്പൊ മോക്ഷം ഇച്ഛിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇച്ഛയെല്ലാം നല്ലത് തന്നെ, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും മികച്ച ഇച്ഛയായിട്ട്, ആഗ്രഹമായിട്ട് മുമുക്ഷുത്വത്തെയാണ് മുന്നോട്ട് വെച്ചത്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മുടെ മുമ്പിലെ ചരിത്രം എന്ന് പറഞ്ഞ് കാൾ മാർക്സ് ഉൾപ്പെടെയുള്ള മാനവ ചിന്തകര്, അവര് നമ്മൾ നിരാകരിക്കുകയല്ല, സോഷ്യലിസ്റ്റുകൾ, സമത്വ ചിന്തകർ, അവർ മുന്നോട്ട് വെച്ച ചരിത്ര ദർശനത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വൈകല്യം അത് രണ്ടായിട്ട് മനുഷ്യ സമൂഹത്തിൽ തിരിക്കുന്നു, ഉള്ളവനും ഇല്ലാത്തവനും. അപ്പം ഉണ്ട് എന്ന നിലയുള്ള ആളുകൾ, ഇല്ല എന്ന നിലയുള്ള ആളുകൾ. ആസ്തിക നാസ്തിക ഭേദോർത്തിയുള്ള അതിന്റെ വേറൊരു രൂപമാണ്. ഇത് സമ്പത്താണ്. ആസ്തികത ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് കരുതുന്നത്, ദൈവം എനിക്ക് വേണ്ട എന്ന് കരുതുന്നത് നാസ്തികത. വേദം എന്റെ കൂടെ ഉണ്ട്, വേദം എന്നെ നയിക്കുന്നു എന്ന് കരുതുന്നത് ആസ്തികത. വേദമേ ഇല്ല, വേദമെല്ലാം ഭാണ്ഡ ധൂർത്ത നിശാചത. 3 വിദ്യയുണ്ട് ഋക്ക് യജു സാമക്ക്. അതിൽ ഋഗ്വേദം ഭാണ്ഡന്റെയും പിന്നെ യജുർവേദം ധൂർത്തിന്റെയും സാമവേദം നിശാചരുടേതുമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ചാവാക്കരുടെ, ലോകായുധരുടെ ഒക്കെ ആ പരമ്പര. അപ്പം ഇങ്ങനെ വേദത്തെ നിഷേധിക്കുന്ന നാസ്തികര് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞ് പലതരത്തിലാണ്. ഇവിടെ സമ്പത്താണ്, ഭൂമി, സമ്പത്ത്, മറ്റു തരത്തിലുള്ള ഐശ്വര്യങ്ങള്, അത് ആർക്കുണ്ടോ അവരെ ഹാവ്സ് എന്ന് പറഞ്ഞു, ഉള്ളവർ. ഇതൊന്നും ഇല്ലാത്തവർ, ഇതൊക്കെ അന്യരെ ആശ്രയിച്ച് അവരുടെ കീഴാളരായിട്ട് അടിപണിഞ്ഞ് മാത്രം ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളെ അനുഭവിക്കാൻ പറ്റുന്നവർ, എത്രയെങ്കിലും ഒന്ന് കാണാനെങ്കിലും പറ്റുന്നവർ. സ്വന്തമായിട്ട് ഭൂമിയില്ല, മറ്റു തരത്തിലുള്ള സമ്പത്തുകളോ ഒന്നും സ്വന്തമായിട്ടില്ല. എല്ലാം അന്യരുടെ കാരണത്തെ അപേക്ഷിച്ച് മാത്രം പുലർത്താൻ കഴിയുന്ന ഹാവ് നോട്ട്സ്, ഇല്ലാത്തവർ. അപ്പൊ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള ഒരു വടംവലിയാണ് ചരിത്രം. ഇതാണ് അവരുടെ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത്. ചരിത്രത്തിന്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ ഈ സംഗതി പ്രധാനമായിട്ട് കാണും ചരിത്രത്തിൽ. അപ്പൊ ചരിത്രം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന പോര് നടക്കണം എന്നതാണ് മാർക്സിസവും മറ്റും മുന്നിട്ട് വെക്കുന്നത്. അപ്പൊ ഇവിടെയാണ് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവര്, ദയാനന്ദ സരസ്വതിയും മറ്റും മുന്നോട്ട് വെച്ച വൈദിക ജീവിതത്തെ പിൻപറ്റി അതിനുശേഷം വന്ന ആളുകൾ, വിശേഷം അവിടെ പോയിട്ട് പാശ്ചാത്യ ദേശങ്ങളിൽ പോയിട്ട്, അദ്ദേഹം എപ്പോഴും പറയും, നിങ്ങൾ ഭാരതീയരോട് പ്രത്യേകം പറയുന്നു, നിങ്ങളുടെ പൂർവികര് നേരത്തെ പറഞ്ഞല്ലോ, അവര് അന്യദേശങ്ങളിൽ പോയി കുഴപ്പമുണ്ടാക്കാറില്ല എന്നേ ഉള്ളൂ. പക്ഷെ വിശ്വഗുരുവായി ലോകത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യുകയും ഒപ്പം ലോകാന്തരങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്ത് പരിചയമുണ്ടാക്കി ലോകത്തോട് ചിരപരിചയം നേടിയ ആളുകളായിരുന്നു. അവർ വൈദികരായിരിക്കുന്നതോടൊപ്പം തന്നെ ലൗകികരുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ കൂപമണ്ഡൂക ദൃഷ്ടി ഒഴിവാക്കണം. ഒരു പൊട്ടക്കിണറ്റിലെ തവളകളായിട്ട് അവനവന്റെ ദേശത്ത് മാത്രം ചുരുങ്ങി പോകരുത്. പൂനത്തിൽ നിന്ന് പുറത്തേക്ക് വരിക, ലോകത്തെ കാണുക. അപ്പൊ അങ്ങനെ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ഒരു 9 വർഷം കൊണ്ട് കിഴക്കും പടിഞ്ഞാറും ഏതാണ്ട് സഞ്ചരിച്ചു തീർക്കുകയും ചെയ്ത ഒരു വലിയ മഹാപുരുഷനാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പൊ വൈദികരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ദർശനങ്ങളിലൊക്കെ പല അഭിപ്രായ ഭേദങ്ങളുണ്ട്, അത് എനിക്കുമുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ അവിടെ ഈ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ പാലം ഉണ്ടാവണം എന്ന് ചിന്തിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളുടെ രാഷ്ട്രം അധ്യാത്മ പ്രവണമാണ്. ഏതൊരു രാഷ്ട്രത്തിനും ഒരു 500 വർഷം ഒരുമിച്ച് ജീവിച്ച് ഒരു ദേശം രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിൽ ഒരു അധികാര ഘടനയെ, ഒരു ഗവേണൻസ് സിസ്റ്റം അവിടെ ഉണ്ട് എങ്കിൽ അതിന് രാഷ്ട്രമെന്ന് വേണമെങ്കിൽ വിളിക്കാം. പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിലും 500 വർഷമെങ്കിലും ഒരുമിച്ച് തുടർച്ചയായിട്ട് ജീവിക്കണം. അങ്ങനെയുള്ള ദേശങ്ങൾക്കൊക്കെയും ഒരു ഇൻക്ലിനേഷൻ, ഒരു ചായ്വ് ഉണ്ട് എന്നാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെടുന്നത്. ചായ്വ് എന്ന് വെച്ചാൽ അവര് ഏറെക്കാലം ഉള്ള കൊടുക്കലിലൂടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റു ജനതകൾ നമ്മളുടെ ദേശത്തേക്ക് വരും, ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോകും. അങ്ങനെയുള്ള ഒഴുക്ക് ഇന്നത്തെ പോലെ വിസയോ പാസ്പോർട്ടോ ഒക്കെ കൊണ്ട് സീമിതമായിരുന്നില്ല. അവർക്ക് ആ പറയുന്ന ഭൗമിക ജിയോഗ്രഫിക്കലായിട്ടുള്ള പരിധികളും ഇല്ലായിരുന്നു. തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അറിയാം, സിൽക്ക് റൂട്ട്, സീ റൂട്ട്, പിന്നെ അങ്ങനെയുള്ള റൂട്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തുറന്നു കിടക്കുകയാണ്, ഏതാണ്ട് തുറന്നു കിടക്കുക. അവിടെ ഈ പറഞ്ഞ വിഷയമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരവും മറ്റു കാര്യങ്ങൾ, കിടമത്സരങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഉള്ള കൊടുക്കൽ അന്ന് നന്നായിട്ടുണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടും അവർ കൂട്ടായിട്ട് ഒരു പ്രത്യേക നിജസ്ഥാനത്ത്, സ്വന്തം നാട്, ജനിച്ച നാട്, അവിടെ സന്തതി പരമ്പരകളായിട്ട് കഴിഞ്ഞിട്ട് അവർ ഉയർത്തിയെടുക്കുന്ന ജീവിതത്തിന് ഒരു ചായ്വുണ്ടാകും. ചില മൂല്യവ്യവസ്ഥകളോടായിരിക്കും ആ ചായ്വ്. അല്ലെങ്കിൽ മൂല്യവ്യവസ്ഥയിലെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധർമ്മമുണ്ടോ? എന്താണ് ധർമ്മം? ജീവിതം നോക്കണം, ജീവിച്ച ജനതയെ നോക്കണം. അപ്പോഴേ ധർമ്മത്തെ മനസ്സിലാക്കാനാവുള്ളൂ. അവർ മഹാജനോ ഏനഗത സപന്ഥ. മാർഗമുണ്ടോ? മനുഷ്യൻ നടക്കാൻ മാർഗമുണ്ടോ? ഉണ്ട്. മഹാത്മാക്കൾ നടന്ന വഴി. മഹാത്മാക്കൾ എപ്പോഴേ ഉണ്ടാവുകയുള്ളൂ? തുടർച്ചയായിട്ട് മനുഷ്യര് രാഷ്ട്രജീവിതം നയിക്കുന്ന ഇടത്ത് മാത്രമേ മഹാത്മാക്കൾ എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന ആളുകൾ ഉണ്ടാവുകയുള്ളൂ. നിരന്തരം അന്ധഛിദ്രം, ദാരിദ്ര്യം, കലഹം, ഇതിനിടയ്ക്ക് അവിടെ മഹാത്മാവ് ഉണ്ടാവാനാണ്? ഒരു മഹാത്മാവ് ഉണ്ടാവില്ല. അപ്പം തുടർച്ചയായിട്ട് ഋഷികൾ ഇവിടെ വന്നു, ഋഷി കുലങ്ങൾ ഉണ്ടായി. നമുക്ക് ഒന്നും രണ്ടും ഗുരുക്കന്മാരല്ലല്ലോ. ഗുരുക്കന്മാരുടെ ഒരു പ്രളയം തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അത് മന്ത്രകാലം തൊട്ടേ ഉണ്ട്. ഓരോ മന്ത്രത്തിന്റെയും സൂക്തത്തിന്റെയും വേദ ഗ്രന്ഥങ്ങളില് അതിന്റെ ശീർഷകങ്ങൾ നോക്കിയാൽ അറിയാം ഈ ഋഷി കുലങ്ങളുടെ വൈവിധ്യം. ഋഷികകളുമുണ്ട്, സ്ത്രീകളുമുണ്ട്. ലോകാമുദ്ര, അരുന്ധതി, ഇതെല്ലാം ഋഷികകളാണ്. പിന്നീട് ഇവരെ ഒക്കെ വസിഷ്ഠൻ തുടങ്ങിയുള്ള കുലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുരാണങ്ങളിൽ കഥകളും ഒക്കെ വന്നുവെങ്കിലും ഇവരെല്ലാം സ്വതന്ത്രരായിട്ടുള്ള ഋഷികളായിരുന്നു. അപ്പൊ ഈ ഋഷികളുടെ ധാരാളിത്തം, സുലഭത, ഇത് വെറുതെ ഉണ്ടാവില്ല. വമ്പിച്ച ജീവിതത്തിൽ നിന്ന് മാത്രമേ ഇത്രയും മഹാത്മാക്കളെ നമുക്ക് സൃഷ്ടിക്കാനാവുള്ളൂ. അപ്പൊ നമുക്ക് സോഷ്യലിസം, എല്ലാവർക്കും തുല്യ അവസര ഇത്യാദികളൊക്കെ വേണം. പക്ഷെ പരമാവധി ആളുകൾ മികവിലേക്ക് എത്തണം. അതിനുവേണ്ടി കാമമല്ല പുരുഷാർത്ഥമായിട്ട് വെക്കേണ്ടത്, മോക്ഷമാണ് പുരുഷാർത്ഥമായിട്ട് വെക്കേണ്ടത് എന്ന് നിർദ്ധരിച്ചവരാണ് ഭാരതീയർ. അപ്പൊ ഏറ്റവും സ്ഫുടം ചെയ്ത ജീവിത വ്യവസ്ഥയെ മുന്നോട്ട് വെച്ചവർ. വാട്ട് ക്യാൻ ഇന്ത്യ ടീച്ചേഴ്സ്? ഇന്ത്യക്ക് എന്താണ് പഠിപ്പിക്കാനുള്ളത്? നമ്മൾ കേട്ടേ പറ്റുള്ളൂ. കാരണം മനുഷ്യ ജീവിതത്തിന്റെ മുറിയാത്ത ചങ്ങല ഇവിടെയാണ്. ഒരു പടവലങ്ങ ചരിത്രം എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, ഒരു ചരിത്രകാരന്റെ ഒരു രീതിയാ, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനാണ്. എത്ര സംസ്കാരങ്ങളുണ്ടോ അവയെല്ലാം അദ്ദേഹം നമ്മൾ ഈ പടവലങ്ങ വള്ളി കെട്ടി ഇങ്ങനെ ഇടത്തില്ലേ, അപ്പം കെട്ടിപ്പടത്തിയിരിക്കുകയാണ് പടവലത്തെ. അതിൽ നിന്നും പടവലങ്ങകൾ ഇങ്ങനെ കിടക്കും. അതിലേറ്റവും നീണ്ട, ചുരുളിച്ചയില്ലാത്ത, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന 2 പടവലങ്ങകളെ കാണും. എൻ്റെ ഓർമ്മയാണ് ചൈനയുടെയും ഇന്ത്യയുടെയും. ബാക്കിയൊക്കെ ചിലതൊക്കെ ഉണ്ടായി ചെറിയ പൊട്ടുപോലെ വന്നു, അത് കൂമ്പ് പരുവത്തിൽ തന്നെ ഉണങ്ങിപ്പോകുന്നു, പൂവൊക്കെ തന്നെ പൊഴിഞ്ഞ മട്ടില്. ചിലതൊക്കെ അങ്ങനെ ചുരുണ്ട് പുഴു പിടിച്ചു പോയിരിക്കുന്നു. ഇങ്ങനെ നേരത്തെ പറഞ്ഞ ദേശീയതകളുണ്ടല്ലോ, വ്യത്യസ്ത ദേശീയതകൾ അല്ലെങ്കിൽ രാഷ്ട്രം എന്നൊക്കെ പറയാം, അവ പുറപ്പെട്ടു വന്നു. പക്ഷെ പൂരിതമായില്ല, തുടർച്ചയിലേക്ക് പോയില്ല. അങ്ങനെ തുടർച്ചയിലൂടെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ സംഗതി നിലനിർത്തിക്കൊണ്ട് അങ്ങനെ പോകുന്ന കേടില്ലാത്തത്, ഏറ്റവും കൂടുതൽ കേടില്ലാത്തത് ഭാരതത്തിൻ്റെത്. അപ്പൊ ഇതിലൂടെ എന്ത് മനസ്സിലാക്കണം? മനുഷ്യ ജീവിതത്തിന് എക്കാലവും ശ്രദ്ധേയമായിട്ടുള്ള ജീവിതത്തിന്റെ ആദർശങ്ങൾ ഇവിടെയുണ്ട്. ഇത് നമ്മളുടെ ലോ ബുക്കിൽ കാണാം, മനുസ്മൃതിയിൽ കാണാം. ഏതദ്ദേശപ്രസൂതസ്യ സകാശാത് അഗ്രജന്മന സ്വം സ്വം ചരിത്രം ശിക്ഷേറും പൃഥിവ്യാ സർവമാനവാ. പൃഥ്വിയിലെ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും അവരവരുടെ സ്വം ചരിത്രം, ഓരോ ജനതയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യുന്നതാണ് നല്ലത്, ആ ചരിത്രത്തിനാണ്, ഓരോ ദേശത്തിന്റെയും പ്രത്യേക ചരിത്രത്തിനാണ് ചായ്വ് എന്ന് സമയം പറഞ്ഞു. ഇൻക്ലിനേഷൻ, ഒരു സൊസൈറ്റൽ ഇൻക്ലിനേഷൻ, ചായ്വ്. ഏറെക്കാലം ഒരു സ്ഥലത്ത് ജീവിച്ച് അവരുണ്ടാക്കിയെടുത്ത ചില പ്രവണതകളുണ്ട്, ടെൻഡൻസീസ് ഉണ്ട്. അത് മാറ്റാൻ പറ്റത്തില്ല, ഒരു സുപ്രഭാതത്തിൽ തുടച്ചു നീക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മയൊക്കെ എത്ര കാലം അല്ലെ, അത് 250 വർഷത്തോളം വിദേശികള് അടിച്ചമർത്തി നമ്മളുടെ ഭൗതികമായിട്ടുള്ള സാമഗ്രികള് നമ്മളുടെ മേൽ അവരെന്ത് ചെയ്തു, നിരന്തരം ചൊരിഞ്ഞിട്ടും, ഭാഷ ഉൾപ്പെടെ ചൊരിഞ്ഞിട്ടും അവരുടേതാക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ അവരുടേതായില്ല. നമ്മൾ വീണ്ടും നമ്മളുടേതാവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചർച്ചകൾ ഇനിയും ഏർപ്പെടേണ്ടത്.
അപ്പൊ ആ പ്രവണതകള്, നിരന്തരമായ ജീവിതത്തിന്റെ ചായ്വുകൾ, അതിലൂടെ പുലരാൻ കഴിയുന്നതാണ് ശരി. കാരണം എന്താണ്? അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. നേരത്തെ പറഞ്ഞാൽ അതിവിടെ ഉള്ളൂ എന്നും ബാക്കിയുള്ളവർ നഷ്ടപ്പെടുത്തി. ഗ്രീസിന് അത് ഉണ്ടായിരുന്നു, ഇന്നിപ്പോ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പേരിന്. അതേസമയം വേറെ സമ്മേളനം പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഇത്ര 30 പുഴുക്കൾ നിറയുന്ന പറയും. സ്വന്തം ജനത ഇപ്പോഴ് 30 പുഴുക്കളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളെ വേണ്ടാത്തൊരു സമൂഹം. ഇങ്ങനെയൊക്കെ അദ്ദേഹം സമൂഹ വിമർശനം ചെയ്യുന്നുണ്ട് നമ്മെ സംബന്ധിച്ച്. ഒരു പുഴു പൊന്തി വരുമ്പോൾ അടുത്ത ചുറ്റുമുള്ള എല്ലാ പുഴുക്കളും ചേർന്ന് അതിനെ അടിച്ചമർത്തും. അപ്പൊ ഇങ്ങനെ നേതാക്കളെ വേണ്ടാത്തൊരു സമൂഹം, ഇങ്ങനെയൊക്കെ ആത്മവിമർശനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ ചാരം എന്ന് പറയുന്ന സംഗതി എല്ലാ നാട്ടിലെല്ലാം കാണാം. ചാരമാണ്, സംസ്കാരത്തിന്റെ ചാമ്പലുകളാണ്, വലിയ സംസ്കാരത്തിന്റെ ചാമ്പലുകളാണ്. അത് ഓരോ ഭാഷയും എടുത്താൽ അറിയാം. ആ ഭാഷയിലൊക്കെ വൈദികമായിട്ടുള്ള ശാഖകളുടെ അതാത് ദേശത്ത് അങ്ങനെ പടർന്ന് പന്തലിച്ച് അങ്ങേ അറ്റം എത്തിയിരുന്ന സാമഗ്രികളുടെ ഒക്കെ ചാരമാണ് നമ്മുടെ അതാത് ദേശത്തെ ഭാഷകളും ദേശീയ സ്വഭാവമുള്ള കലകള്. ഇതെല്ലാം എല്ലായിടത്തും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അതിലേക്കൊന്ന് ശക്തമായി നിങ്ങളൊന്ന് ഊതി നോക്കുക, കനിൽ തിളങ്ങുന്ന കാണാം ദേശീയതയുടെ, രാഷ്ട്രത്തിന്റെ. അപ്പൊ ഈ ചാര കൂമ്പാരത്തിനുള്ളിലും കനല് കിടക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. അതിനിപ്പോൾ ഇത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കെടുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താണ്? മനുഷ്യരാശിയുടെ അതിജീവനത്തിന് വേണ്ട പാഠങ്ങൾ നിശ്ചയമായും അവിടെ സുരക്ഷിതമാണ്. അതിനെയും മറ്റുള്ളവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. അവിടെയാണ് സ്വം ചരിത്രം ശിക്ഷേരൻ, അത് വിധിലിംഗിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊക്കെയും ഓരോരോ ദേശത്തിന്റെ പ്രതിനിധികളും അത് പൂർവാഗ്രഹങ്ങളില്ലാതെ പഠിച്ചുകൊള്ളണം. എവിടെ നിന്ന്? ഏതദേശപ്രസൂതസ്യ സകാശാതഗ്രജന്മന. ഈ ദേശത്തിൽ, ഈ ഭാരതദേശത്തിൽ ഉണ്ടായ, ഇവിടെ ശിക്ഷണം നേടിയ, ഈ പരമ്പരയുമായി ഹൃദയബന്ധം സാധ്യം നേടിയിട്ടുള്ള ആളുകള്, ആചാര്യന്മാര്, അവരിൽ നിന്നും ഏതദേശപ്രസൂതസ്യ, ഈ ദേശം പ്രസവിച്ച അഗ്രജന്മന, മാനുഷ്യകത്തിന്റെ, മനുഷ്യരാശിയുടെ അഗ്രത്ത് അറിവുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ആളുകൾ, അവരിൽ നിന്നും ഗ്രഹിച്ചുകൊള്ളണം സ്വം ചരിത്രം, അവനവന്റെ വ്യവഹാര വിധികൾ. ഇത് വെറുതെ പറയുന്നതല്ല. എല്ലാ ദേശത്തിനും വേണ്ട എല്ലാ സാമഗ്രികളും ചേർത്താണ് നമ്മളുടെ ഇവിടുത്തെ ഈ വിഭവ സമാഹരണം നടത്തി വെച്ചിരിക്കുന്നത്. ആധുനിക കാലത്ത് ബേക്കനെ പോലെയുള്ളവരെ ഒരു ശ്രമം നടത്തി അത് നമ്മുടെ യൂറോപ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടി. അതിനാണ് മഹാസംഭരണം എന്ന് പറയാൻ കഴിയുന്ന ദ ഗ്രേറ്റ് ഇൻസ്റ്റോറിയേഷൻ. സയൻസ് എന്ന് പറയുന്നത് അതിന്റെ സന്തതിയാണ്. ഇതര ദേശങ്ങളിൽ അവിടെയും ഇവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന അറിവ് മുഴുവൻ സംഭരിച്ച് അവിടുത്തെ സർവകലാശാലകളിലും കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെ എത്തിച്ച് അതിനെ സംസ്കരിച്ച് അവരുടേതാക്കി ഒരു വലിയ വിജ്ഞാന സരണി ആണ് അവര് അവിടെ തുടങ്ങി വെച്ചത്. അത് മോശമൊന്നുമല്ല, എല്ലാ ജനതയും അത് ചെയ്യേണ്ടതാണ്. അറിവിന്റെ കാവലാളുകളാകുക, അറിവിനെ സംരക്ഷിക്കുക, അതിനെ കെടുത്തിക്കളയാതിരിക്കുക, എല്ലാവരും ചെയ്യേണ്ടതാണ്. തർക്കമൊന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞു, ഇൻക്ലീൻ ചായ്വ്, രാഷ്ട്രം എന്ന ആ ഉറപ്പ്, ഉള്ളുറപ്പ്, അത് ഭാരതത്തിലുള്ളതുപോലെ മറ്റു സ്ഥലങ്ങളില്ല എന്ന് നേരത്തെ പറഞ്ഞ. ഭാരതവും ചൈനയും ഒക്കെയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കാര്യത്തിൽ മത്സരിക്കാനുള്ളത്. അപൂർവം മത്സരാർത്ഥികളെ ഉള്ളൂ. അവിടെ ചൈനയിലെ പഴമൊഴിയാണ്, ഈ ജന്മം ചൈനയില് നല്ല വണ്ണം ജീവിച്ച കൃതാർത്ഥത നേടിയ ആളുകള് അടുത്ത ജന്മം മോക്ഷത്തിനായി മുമുക്ഷുതയോടുകൂടി ഭാരതത്തിൽ ജനിക്കും. ഇതാണ് അവിടുത്തെ പഴമൊഴി. അപ്പൊ മോക്ഷത്തെ മുൻനിർത്തി, മോക്ഷം എന്ന ആദർശത്തെ ലോകത്തിന് നൽകുന്ന, ബാക്കിയുള്ളിടത്തെല്ലാം ഉണ്ട് സാൽവേഷനും അങ്ങനെയൊക്കെ ഉള്ള പരാമർശങ്ങളുണ്ട്. അവിടെയൊക്കെ എന്താണ്? റീബർത്ത് ഇല്ലാത്ത, രണ്ടാമത് ജനിക്കുക എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല. ഈ ജന്മം തന്നെ ധാരാളം. അതിൽ നന്മ തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അവർ അതാത് ദേശങ്ങളിലെ ദേവതകളുടെ പല പേരുകളുണ്ടല്ലോ, ഓരോരോ സമ്പ്രദായങ്ങളുടെ ദേവതകളുടെ ഇടം വലമിരിക്കാനുള്ള അവസരം കിട്ടും എന്നും മറ്റുമൊക്കെ പറഞ്ഞ വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് അവര് മോക്ഷ ദർശനത്തെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതാവുന്നതല്ല ഈ ദുഃഖം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മനുഷ്യ ശരീരത്തെ പഠിക്കണം, മനുഷ്യ ശരീരത്തിന്റെ സാധ്യതകൾ അറിയണം, മനുഷ്യ ശരീരത്തിൽ വന്നിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകതകൾ അറിയണം.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയണം. അവിടെയാണ് ഭാരതീയ പരമ്പരയും വിജ്ഞാനവും ഒക്കെ വേറിട്ട് നിൽക്കുന്നത്. നമ്മൾ ആ വഴിക്കാണ് ഈ ഒരു ചിന്തയെ കൊണ്ടുപോകുന്നത്. അപ്പൊ പ്രകൃതി എങ്ങനെ നിലനിൽക്കുന്നു, പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രകൃതി എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, പ്രകൃതിയെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെ സുഖത്തെ നേടുവാൻ പറ്റും, ഈ ചിന്ത എല്ലാവർക്കും കൊണ്ടുവേണ്ടതാണ്. പക്ഷെ അത് മാത്രം മതി എന്ന് പറയുന്നിടത്താണ് സയൻസുമായിട്ട് ഭാരതീയ ചിന്ത കലഹിക്കുന്നത്. ശാസ്ത്രം പുറത്തേക്ക് നോക്കി അതേ മിഴിവോടെ അകത്തേക്ക് നോക്കിയിട്ട് എങ്ങനെ നന്നായി ജീവിക്കണം, ഒറ്റയ്ക്കും തെറ്റയ്ക്കും എങ്ങനെ സ്വാതന്ത്ര്യം നേടണം, സ്വതന്ത്രത. നമ്മളെല്ലാം ഒരുമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സ്വറ പറഞ്ഞിരിക്കാനോ? അല്ല. അവരെയാണ് കുമാരനാശാനെ പോലെയുള്ള നമ്മളുടെ പരമ്പരയിൽ ഉണ്ടായ ഋഷികവികള് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് മോക്ഷം. വള്ളത്തോളും കുമാരനാശാനൊക്കെ ആ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മളിവിടെ അവരെയൊക്കെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രങ്ങളായിട്ട് കണ്ടുകൊണ്ട് അതൊന്നും നമ്മളോട് അവരുടെ വാക്കുകളായിട്ട് നമുക്ക് കേൾക്കാനില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരതിനൊക്കെ വേണ്ടിയാണ് പ്രവർത്തിക്കുകയും ജീവിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് പറയുന്നു. പിന്നെ നാം ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് അത് ഒരുമിച്ച് തേടുകയും നേടുകയും ചെയ്യും. പക്ഷെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അനുഭവിക്കും. ജീവിതത്തിൽ മാത്രമേ മോക്ഷം സാധിക്കൂ എന്നതാണ് വിഷയം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സാധിക്കാവുന്ന ഒരു കാര്യമല്ല മോക്ഷം എന്ന് പറയുന്നത്. ഈ മോക്ഷവ്യവസ്ഥയെ സംബന്ധിച്ചുള്ള വലിയ പ്രമാദങ്ങൾ, മിഥ്യാജ്ഞാനം ഏറെക്കാലമായിട്ട് വേദാന്ത വഴിതെറ്റിപ്പോയതുകൊണ്ട്, വേദാന്ത ചിന്ത വഴിമാറിപ്പോയതുകൊണ്ട്, അത് അതിന്റെ ഫോക്കസിൽ നിന്ന് പോയതുകൊണ്ട് നിരാധാരമായിട്ടുള്ള ചില ശൂന്യ ചിന്തകള്, മായാവാദം, ഇതിന്റെയൊക്കെ പുറകെയാണ് വേദാന്തികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. കാമ്പുള്ളതിലേക്കല്ല എന്നതുകൊണ്ട് അതിന്റെ പരിണത ഫലമായിട്ട് മോക്ഷദർശനം വികലമായി പോയി. അതും അവിടെയാണ് സയൻസ് എന്ന് പറയുന്ന കാമചിന്ത എല്ലാറ്റിന്റെയും മുകളിലെത്തി. മോക്ഷചിന്ത ഭാരതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് സയൻസിൽ ഇന്ന് കാണുന്ന ആധിപത്യം ഉള്ളത്. അല്ലെങ്കിൽ എപ്പോഴും ത്രിവർഗമോടെയുണ്ട്, ധർമ്മവും അർത്ഥവും കാമവും ഉണ്ട്. പക്ഷെ അതെല്ലാം മോക്ഷ പ്രവണമാണ്, മോക്ഷത്തിലേക്കാവണം. മുമുക്ഷുത്വത്തെ മുൻനിർത്തി വേണം മനുഷ്യ ജീവിതത്തെ കാണേണ്ടത്. അപ്പൊ അങ്ങനെ ലോക ജീവിതത്തെ കാണുന്ന ഒരു പദ്ധതിയിലേക്ക് നമുക്ക് തിരിച്ചെത്രയും വേഗം പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഭാരതം വിശ്വഗുരുവാകുക, വികസിത ഭാരതം 1947 ഈ പറയുന്ന കൽപ്പിത അടിമത്തം, കൽപ്പിത സ്വാതന്ത്ര്യം അതിന്റെ മാറ്റിവെച്ചിട്ട് 2047 എത്തുമ്പോൾ, ഒരു 100-ാം വർഷത്തിലേക്ക് എത്തുമ്പോഴേ തികച്ചും മനു പറയുന്നത് പോലെ ഈ ദേശത്തിലെ അഗ്രജർക്ക് വ്യക്തമായ ജീവിത ദർശനം ഓരോരുത്തർക്കും കൊടുക്കുവാനുണ്ട്. അല്ലെങ്കിൽ റോഹിൻഗ്യയെ പോലെയുള്ള പാശ്ചാത്യര് അഭിദർശനം ചെയ്തതുപോലെ, ആഗ്രഹിച്ചതുപോലെ നമുക്ക് മനുഷ്യരാശിയുടെ തനിമകൾ നഷ്ടപ്പെടാതെ ചോരാതെ നിലനിർത്തുകയും അത് അന്യർക്ക് നിരന്തരമായി വിതരണം ചെയ്യുകയും നമ്മളെ പൂർവ്വീർ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്യുവാൻ ഇനിയും നമുക്ക് ക്ഷമത, സാമർഥ്യം കൈവരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വേദശാസ്ത്രം എന്ന് പറയുന്ന വിഷയം വ്യക്തമായി പഠിക്കുകയും അനുസന്ധാനം ചെയ്യുകയും ചെയ്യണം. അത് പൂർവികത്തിൽ പരമ്പരയിൽ ദക്ഷിണ വെച്ച് തന്നെ വേണം അത് പഠിക്കുവാൻ. അതൊരു വെറും ചർച്ചയുടെ വിഷയമല്ല. ഇപ്പൊ നമ്മള് മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. വലിയ ഉത്തരവാദിത്വം എടുത്ത് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആയുർവേദം, വ്യാകരണം, യോഗം, ഈ ഒരു 3 വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ കുറേയും കൂടെ ചർച്ച ചെയ്യേണ്ടത്. കാരണം ആയുർവേദം ശരീരത്തെ സംസ്കരിക്കുന്നു, സുസജ്ജമാക്കുന്നു മോക്ഷയാത്രയ്ക്ക് വേണ്ടി. വ്യാകരണം വാക്കിനെ അടക്കം നൽകും, വാക്കിനെ അർത്ഥവത്താക്കും, കൂടുതൽ സൂക്ഷ്മതരമാക്കും. പരമ്പരയുടെ ബോധത്തെ ആവാഹിക്കുവാൻ പാകത്തിന് നമ്മളുടെ വാക്ശക്തിയെ അത് സൂക്ഷ്മവും സമൃദ്ധമാക്കും. യോഗം മനസ്സിൽ നിന്ന് നമ്മെ വിമുക്തമാക്കുന്നു. മനസ്സിന്റെ മനസ്സ് മുഖമായിട്ട് എനിക്ക് തോന്നി എന്ന് പറയുന്നത് ആ തോന്നലല്ല ശരി, അതൊക്കെ മനസ്സ് പറയുന്നതാണ്. മനസ്സിന്റെ മുഖത്തിൽ നിന്നും ആത്മാവിനെ രക്ഷപ്പെടുത്തുക, ആത്മാവിന്റെ സ്വാമിത്വത്തെ തിരിച്ചു സ്ഥാപിക്കുക, അതാണ് യോഗം ചെയ്യുന്നത്. ഈ നമ്മുടെ സാധനങ്ങൾ 3 എന്ന് പറഞ്ഞല്ലോ, ശരീരം, വാക്ക്, മനസ്സ്. ഈ 3 സാധനങ്ങളും ക്രമപ്പെടുകയും മോക്ഷ ഉപയോഗിയായി മാറുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ
ഭാരതീയനാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മുടെ പൂർവികർ അങ്ങനെ ആയിരുന്നു. അപ്പൊ പാതഞ്ജലമായൊരു വ്യവസ്ഥ ഏതാണ്? വീണ്ടും പതഞ്ജലി നമുക്ക് റോൾ മോഡൽ ആവുന്നതിന് കാരണം, ഐക്കണാവുന്നതിന് കാരണം ഈ 3 കാര്യങ്ങളിലൂടെയാണ് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒക്കെ ജീവിതത്തെ ഇനി ക്രമപ്പെടുത്തേണ്ടത്. എങ്ങനെയാണ് പൂർവികർ ചിന്തിച്ചത്, എങ്ങനെയാണ് പൂർവികരെ ജീവിതത്തെ ക്രമപ്പെടുത്തി, എങ്ങനെയാണ് പൂർവികർ രാഷ്ട്ര ജീവിതത്തെ നിലനിർത്തിയെന്ന് അറിയണമെങ്കിൽ ഈ ഒരു എന്താണ് പറയുന്നത് 3 സാധനങ്ങളുടെ ത്രിസാധന ദൃഷ്ടി, തൃകം എന്ന് പറയുന്ന ആയുർവേദം, വ്യാകരണം, യോഗം, ഇതിലൂടെ മോക്ഷശാസ്ത്രത്തെ മൊത്തം അധ്യാത്മ വിദ്യയെ നോക്കിക്കാണും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ചതുർവ്യൂഹ പദ്ധതി എന്ന് പറയുന്ന ദുഃഖം ദുഃഖഹേതു, സുഖം സുഖ ഉപായ, ഈ ചിന്തയൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയമാകുന്നു. ഇത് ഒരു സാധാരണ ചർച്ചയുടെയോ ഒരു വീക്കിലി ക്ലാസിന്റെയോ ഒന്നും മാത്രം വിഷയമല്ല. എന്റെ ഗൗരവം വളരെ ഗൗരവം ഉള്ള കാര്യമാണ്. അപ്പം ഗുരുകുലം എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരു 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 സ്ഥിതിയുണ്ട്. അത് പഞ്ചകുലം എന്ന് പറയുന്ന ഗുരുകുലം, ആ 5 കുലങ്ങളിലൊന്ന്. അപ്പൊ ആ ഒരു ചിന്ത ഒന്നും നമ്മുടെ ഈ ഗുരുകുലം ഗുരുകുലം എന്ന് പറയുമ്പോൾ ആവേശത്തോടെ ഗുരുകുലം ഗുരുകുലം എന്ന് പറയുന്നുണ്ട്. ഞാനൊക്കെ പഠിച്ചിട്ട് വന്നപ്പോൾ പുറത്തുനിന്നും എനിക്ക് ഫണ്ട് ഏർപ്പാടായതാണ് അവിടെ ഗുരുകുലം സ്ഥാപിച്ചോളൂ, ഗുരുകുലം സ്ഥാപിക്കുക, ബാക്കിയെല്ലാം വന്നോളൂ. അപ്പൊ എന്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, നമുക്ക് വ്യക്തത, ജീവിതത്തിന്റെ എല്ലാത്തരം കാര്യങ്ങളിലും വ്യക്തത വരണം. അതുപോലെ വിദ്യ ഉറയ്ക്കണം. വിദ്യ പൂർത്തിയാവുന്നതിന് മുമ്പ് കർമ്മക്ഷേത്രത്തിലേക്ക് ഇറങ്ങരുത് എന്ന ഉപദേശം ഉള്ളതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ എനിക്കൊരു പ്രയാസം, അത്രയും പൂർണ്ണമായ ധൈര്യത്തോടെ ഇറങ്ങി ചാടുവാനും കഴിയില്ല. ശരിയോ തെറ്റോ വേറെ കാര്യം, ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, അപ്പൊ ഗുരുകുലം തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഗുരുകുലം ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷെ അത് പഞ്ചകുലങ്ങൾ ഗുരുകുലത്തേതാണ്. 5 കൂട്ടമുണ്ട്. ഒന്നാമത്തേത് വൃക്ഷകുലം. പരിസ്ഥിതി ഗംഭീരമായിട്ട് വൃക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളിപ്പോൾ ആവശ്യമുള്ള ക്രോപ്സ് എന്ന് പറയുന്ന ഹെർബ്സ് അല്ലെങ്കിൽ ക്രോപ്സ്, ഔഷധികളെ മുൻനിർത്തിയാൽ നമ്മളുടെ കൃഷികളെല്ലാം പോകും. വൃക്ഷങ്ങൾ നമുക്ക് അത്ര ആവശ്യമുള്ളതല്ല. ഉണ്ടെങ്കിൽ തന്നെ അവയെ നമ്മൾ വളർത്തി വെട്ടി ഇറച്ചിക്ക് വേണ്ടി മൃഗങ്ങളെ വളർത്തുന്ന ആ രീതിയിലാണ് വൃക്ഷങ്ങളെ വളർത്തുന്നത്. അങ്ങനെയല്ല. അതിന് വലിയ മഹാപദ്ധതികൾ ആധുനിക കാലത്തുമുണ്ട്. ഭാസ്കർ സാവെ തുടങ്ങിയുള്ള വലിയ കൃഷിക്കാര്, അതുപോലെ മൈക്രോ ബയോളജിസ്റ്റ് ആയിരുന്ന ഫുക്കുവോക്ക, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ലോകം മുഴുവൻ പേരെടുത്തയാളാണ്. ഒറ്റ വൈക്കോൽ വിപ്ലവം. ആ ടെക്സ്റ്റ് കിട്ടും, ചെറിയൊരു പുസ്തകമാണ്, വൺ സ്ട്രോ റെവല്യൂഷൻ. അതൊക്കെ നിങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ്. ഈ വേദശാസ്ത്രം മനസ്സിലാക്കാൻ വേണ്ടി ആധുനിക കാലത്ത് ഉപയോഗിക്കാവുന്ന ഒരു ടെക്സ്റ്റാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. അപ്പം കൃഷിയുടെ മഹാമാതൃകളെ അവർ മുന്നോട്ട് വെച്ചു. പൂർവികർ എങ്ങനെ കൃഷി ചെയ്തു. അപ്പൊ അതിന് നമുക്ക് ആവശ്യമുള്ള ഭൂമി മുഴുവൻ അങ്ങ് തെളിക്കുന്ന ഷേവ് ചെയ്യും. അത് തീരപ്രദേശമെന്നോ ഇടനാടെന്നോ മലനാടെന്നോ ഒന്നും ഭേദമില്ല. മലനാട്ടിൽ എന്താ ചെയ്യുന്നത്? വലിയ പർവ്വതനിരകളെ ഷേവ് ചെയ്തിട്ട് തേയില, കാപ്പി തുടങ്ങിയുള്ള ചെറിയ ഔഷധികൾ നടുന്നു. അപ്പൊ അവിടെ എല്ലാം വൃക്ഷസമ്പത്ത് പോകും. കേരളത്തെ സംബന്ധിച്ച് ഇതേ മാതൃക ഈ ബ്രിട്ടീഷുകാരുടെ കുത്സിതങ്ങളായ ബ്രിട്ടീഷുകാർ തുടങ്ങിയുള്ളവരുടെ അവരുടെ അല്പദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും അഹങ്കാരവും അധിനിവേശ സ്വഭാവം, ആധിപത്യ പ്രവണത, ഇവയൊക്കെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രം മതി. ഇതാണ് ശരി എന്ന് പറഞ്ഞ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ മുഖം വെച്ച് അവിടെ ജോലിയെടുപ്പിച്ചു തോട്ടം തൊഴിലാളികളാക്കി തീർത്തുകൊണ്ട് തോട്ടങ്ങൾ ഉണ്ടാക്കി. ആ തോട്ടങ്ങൾ മുഴുവൻ എന്താ ചെയ്തത്? നിത്യഹരിത വനപ്രദേശങ്ങളാണ് നശിപ്പിച്ചു കളഞ്ഞത്. ലോകത്ത് മറ്റെങ്ങും ഇല്ലാത്ത നിലയിൽ നമ്മളുടെ പൂർവ്വീകർ യജ്ഞം ചെയ്ത് സൂക്ഷിച്ചിരുന്ന നിധികളായിരുന്നു ഈ നിത്യഹരിത വന പ്രദേശങ്ങൾ. സഹ്യന്റെ താഴ്വരകൾ നശിപ്പിച്ചു കളഞ്ഞു. മിച്ചമുള്ളതാണ് നമുക്കിപ്പോ കാണാൻ കഴിയും. അവിടുത്തെ പല ചെങ്കുറിഞ്ഞി തുടങ്ങിയുള്ളതൊക്കെ നിങ്ങൾ പോയി കാണും. റോസുമല എന്ന് പറയും, നമ്മളുടെ തെന്മല കഴിഞ്ഞു പോകുന്ന ആ ഭാഗം, ആര്യങ്കാവിന്റെ ഇടയ്ക്ക്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത കുറച്ച് വളരെ ചുരുങ്ങിയതേ ഉള്ളൂ. ലോകത്തെങ്ങും ഇല്ലാതെ അവിടെ മാത്രം. അപ്പൊ അത്തരത്തിലുള്ള എത്രയോ വൈവിധ്യങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹ്യപർവ്വതം എന്ന് പറഞ്ഞ ഒരു ചെറിയ യൂണിറ്റ്, അത് വിശേഷിച്ച് അതിൽ തന്നെ സഹ്യപർവ്വതത്തിന്റെ ഏറ്റവും ഇങ്ങ് തെക്കേ അറ്റത്താണ് മലയപർവ്വതം. അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റില് ചെറിയൊരു പ്രദേശത്ത് ഇന്നും സസ്യ ജൈവ വൈവിധ്യത്തെ പഠിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാണിക്കുന്നത്? മേൽക്കാട്, ഇടക്കാട്,
അടിക്കാട് ഇങ്ങനെ തിരിച്ചുകൊണ്ട് മഹാവൃക്ഷങ്ങളുടെ തണലിലാണ് പിന്നെ കൃഷി നടക്കേണ്ടത്. അപ്പം ഫുക്കോക്ക് നിർദ്ദേശിക്കുന്നത് ഭാസ്കർ സാവെ അതിനോട് കൂട്ടിച്ചേർക്കുന്നത് ഗുജറാത്തിലെ മഹാനായ കൃഷിക്കാരനാണ്. അപ്പൊ കാരണം അവരുടെ തോട്ടങ്ങള് ആധുനികരോട് വളമില്ലാതെ മത്സരിച്ച്, നമ്മൾ പറയുന്ന കേവല ജൈവ കൃഷിയൊന്നുമല്ല, വളമില്ലാതെ മത്സരിച്ച് ഏക്കർ കണക്കിന് തോട്ടങ്ങളില് അവര് എന്ത് ചെയ്തു, ഈ പറയുന്ന പദ്ധതിയെ അവര് വീണ്ടെടുത്ത് കാണിച്ചു കൊടുത്തു, മത്സരിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ ഫുക്കോക്ക ഞാൻ മനസ്സിലാക്കുന്നതാണ്, പഴയ ഓർമ്മയാണ്, എപ്പോഴെന്ന് പറഞ്ഞാൽ നേരത്തെ വായിച്ചിട്ടുള്ള. അതില് അദ്ദേഹം പറയും, ഫുക്കോക്ക പറയും, കാടാണ് മാതൃക, കാടിനോട് മത്സരിച്ച് നമുക്ക് കൃഷി ചെയ്ത് വിജയിക്കുവാനാവില്ല. അപ്പൊ കാടിനെ മാതൃകയാക്കണം. എങ്ങനെ മാതൃകയാക്കണം? എല്ലാം വെട്ടിത്തെളിച്ച് പരമാവധി കുത്തി കുഴിച്ച് നശിപ്പിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഈ കൃഷി ഇത് കൃഷിയല്ല, ഇത് ഭൂമിയെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും അതിനെ പിന്നെ ഊഷരമാക്കുകയും ചെയ്യുക. ഇവിടെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കാർഷിക ജീവിതം സാധിക്കില്ല. കൃഷി തുടർച്ചയായിട്ട് ചെയ്യാതെ നിങ്ങൾക്ക് രാഷ്ട്രീയ ജീവിതം സാധിക്കില്ല. കൃഷി തുടർച്ചയായിട്ട് ചെയ്യാൻ എന്ത് വേണം? അതിൻ്റെതായിട്ടുള്ള വിദ്യ പൂർവികത്തിൽ നിന്ന് പഠിക്കണം. അപ്പം മഹാവൃക്ഷങ്ങളെ ആശ്രയിച്ചാണ് കൃഷി യഥാർത്ഥത്തിൽ സംവിധാനം ചെയ്യേണ്ടത് എന്ന തികച്ചും വ്യത്യസ്തമായ പാഠമാണ് അവർ നൽകുന്നത്. ഇന്ന് നമുക്ക് ആകെ അത് കാണാൻ പറ്റുന്നത് യൂണിവേഴ്സിറ്റികളും മറ്റും ഈ പറഞ്ഞ പോലെ ഇത്തരം തോട്ടങ്ങൾ ഉണ്ടാവണം, മഹാവൃക്ഷങ്ങൾ ഉണ്ടാവണം എന്ന് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. UGC പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട്, അങ്ങനെയുള്ള വനത്തിനുള്ളിലായിരിക്കണം ഈ വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുപോലല്ലോ, നാട്ടിൽ വേണമല്ലോ. നേരത്തെ നമ്മൾ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പ് ഈ വിദേശികളുടെ കണ്ടമാനമുള്ള കടന്നാക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് നാടും കാടും തമ്മിൽ വ്യത്യാസമില്ല. നാട്ടുവഴി കാട്ടുപാത എന്നൊരു സംഗതിയൊന്നുമില്ല. ഈ കോട്ടയത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയപ്പോൾ ആ ചിങ്ങവനം, സിംഹവനം എന്നുള്ളതിന്റെ പേര്, അപ്പൊ അവിടെ കാടുമുറിയല്ലെ കാടക്കറുക എന്ന് പറയുന്ന 32 ഗ്രാമങ്ങളിലൊന്നും. അപ്പൊ അതിലെ പാതകളുടെയും മറ്റും വർണ്ണന കേൾക്കുമ്പോൾ ഒരു നിശ്ചിത കാലം മുമ്പ് അവിടെ മുഴുവൻ ഉഗ്രവനമായിരുന്നു. ഇന്നും MC റോഡ് എത്ര വലിയ റോഡ് നെറ്റ്വർക്കാണ്. അപ്പൊ ഇത് എങ്ങനെ ജീവിതത്തെ ചുരുക്കിക്കളയും, കാഴ്ചകളെ, അനുഭവങ്ങളെ, ജീവിതത്തിന്റെ വൈവിധ്യങ്ങളെ, അനുഭവങ്ങളെ എങ്ങനെ ചുരുക്കിക്കളയും, ഈശ്വരന്റെ വഴിയിൽ നിന്ന് എത്ര കണ്ട് നമ്മളെ അകറ്റിക്കളയും. കാട്ടിൽ നമ്മൾ പോകുമ്പോൾ ചുമ്മാ ഓർത്ത് നോക്കി, മനുഷ്യത്തെ സംബന്ധിച്ച്, നമുക്ക് ജീവിതത്തെ സംബന്ധിച്ച്, അസ്തിത്വത്തെ സംബന്ധിച്ച് ഈ പറയുന്ന എല്ലാം വെട്ടി തുറന്നിട്ട് കൃത്രിമമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പരിഷ്കാരത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ചിന്തയല്ല നമുക്ക് നിങ്ങളൊരു കാടിന്റെ അടുത്ത് നിന്ന് ജീവിതത്തെ കാണുമ്പോൾ കിട്ടുന്നത്. വേറൊരു കാഴ്ചപ്പാടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആരണ്യകം എന്ന് പറയുന്ന ഒരു ചിന്താ സരണി തന്നെ നമുക്കുണ്ട്. പക്വപ്പെടുന്നതിന് മുമ്പ് വനവുമായിട്ട്, വനജീവിതമായിട്ട് നമ്മൾ സാമ്യം നേടണം. അത് ആവേശത്തോടെ അടുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട് എന്ന് പറയുന്ന സംഗതിയാണ്. മനുഷ്യർക്ക് മാത്രമേ കാടിനെ അങ്ങനെ നിലനിർത്താനാവുകയുള്ളൂ. നാടാക്കി വെട്ടിത്തെളിച്ച് നശിപ്പിക്കാനും അവനെ കഴിയുള്ളൂ. കാടിനെ കൃഷിയുടെ മാതൃകയാക്കി നിലനിർത്താനും അവനെ കഴിയുള്ളൂ. പക്ഷെ അതിന് പൂർവികരുടെ അവരിൽ നിന്നും വലിയ പാഠങ്ങൾ നേടണം. അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഇന്ന് ഈ ജീവകൃഷി എന്നൊക്കെ പറയുന്നതൊക്കെ തുച്ഛമായ കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം പഞ്ചകുലത്തില് വൃക്ഷകുലം ഉണ്ടാവണം, അതിനെ തുടർന്ന് ഗോകുലം ഉണ്ടാവണം. ഗോകുലത്തിന്റെ കാര്യം പറയേണ്ടതില്ല, പശുവാണ്, അത് യജ്ഞീയമാണ്. അപ്പം ഈ വൃക്ഷത്തെ മുൻനിർത്തിയുള്ള, വനസ്പതികളെ മുൻനിർത്തിയുള്ള അത്തരം ഒരു കുലത്തിന്റെ ഭാഗമായിട്ട് ഗോകുലം ഉണ്ടാവുമ്പോൾ അവ സുരക്ഷിതമായിട്ട്, ആരുടെയും ബാധ്യതയില്ലാതെ അവ ചരണം ചെയ്ത് സുഖമായിട്ട് എന്ത് ചെയ്യുന്നു, മേയുന്നു. നമുക്ക് വേണ്ട ഉത്കൃഷ്ടമായ യജ്ഞദ്രവ്യമായിട്ടുള്ള പാലും അതിൽ നിന്നുള്ള നെയ്യും തരുന്നു. ഇങ്ങനെ പാലും നെയ്യും ഹോമിച്ചു കൊണ്ടുള്ള ഹോമക്രിയകൾ, യജ്ഞാദികൾ ചെയ്താൽ മാത്രമേ പർജന്യം ഉണ്ടാവുകയുള്ളൂ. ആവശ്യാനുസരണം ലോകം മുഴുവനും കൃഷിയും സുഖവർഷമാണ് ഈ പർജന്യം വർഷിക്കുക എന്നുള്ളത്. സുഖത്തെ വർഷിക്കുകയാണ്. ശുദ്ധമായ ജലം അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ. അത് ഭൂമിയിൽ ഉണ്ടായാൽ മാത്രമേ ഭൂമിയുടെ ഊഷരത നീങ്ങി അത് ഉർവരമാവുകയുള്ളൂ, എവിടെയും കൃഷിയോഗ്യമാവുകയുള്ളൂ. യജ്ഞീയ സംസ്കാരങ്ങൾ തടയപ്പെട്ടിടത്തെല്ലാം മരുഭൂമിയുള്ളതായിട്ട് അറിയാം. രാജസ്ഥാനൊന്നും മരുഭൂമിയായിരുന്നില്ല ആദ്യം, തുടക്കത്തിലേ ഇതല്ല, എന്ന് എക്കാലവും മരുഭൂമിയായിരുന്നില്ല. മരുവൽക്കരണമാണ്. അപ്പൊ മരുവൽക്കരണം എന്നത് പഠിച്ചു വരികയാണ്, എങ്ങനെയാണ് ഭൂമി മരുഭൂമിയാകുന്നത്. അപ്പൊ അവിടെ മനുഷ്യൻ അത് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ്? യജ്ഞ സംസ്കാരം കൊണ്ടാണ്. യജ്ഞ സംസ്കാരം അല്ലാത്ത വേറെ ഒന്നും നമുക്ക് പകരം വെക്കാനില്ല.
അപ്പൊ വൃക്ഷകുലം, ഗോകുലം. അതിനുശേഷം ആരോഗ്യകുലം. ആരോഗ്യത്തിന് വേണ്ട നമ്മൾ മാത്രമല്ല, ഈ വൃക്ഷങ്ങളുടെ, കാരണം വൃക്ഷങ്ങളെ നമ്മൾ വളർത്തി വിട്ട് കഴിഞ്ഞാൽ അതിന് അനുബന്ധമായിട്ടുള്ള പരിപാലനം വേണം. അപ്പം ആയുർവേദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ അവിടെ പശുക്കളുണ്ട്, പിന്നെ മറ്റ് ജീവികളുണ്ട്. വിശേഷിച്ചും അശ്വം, കുതിര, ഹസ്തി, ആന തുടങ്ങിയവയുണ്ട്. അവയ്ക്കൊക്കെ വേണ്ടി ആയുർവേദം, ഹസ്തി ആയുർവേദം. ഇങ്ങനെ ആ കൃഷിയുടെ അല്ലെങ്കിൽ യോഗ ജീവിതത്തിന്റെ, ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ മികവുകളെ നിലനിർത്തുവാൻ വേണ്ടി ആരോഗ്യകുലം ഉണ്ടാവണം, വൈദ്യകുലം ഉണ്ടാവണം. ആരോഗ്യകുലം എന്ന് പറഞ്ഞാൽ വൈദ്യകുലം തന്നെയാണ്. അതിനുശേഷമാണ് ഋഷികുലം സാധിക്കുക. കാരണം ഉത്തമ സന്തതികളെ നിലനിർത്തുകയും ജനിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ വൈദ്യദൃഷ്ടി വേണം. അച്ഛനമ്മമാരായി മാറേണ്ട യുവ മിഥുനങ്ങള്, ദമ്പതികള് അവരുടെ ശാരീരികമായിട്ടുള്ള ദോഷങ്ങളെ, ഇമ്പ്യൂരിറ്റീസിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് ആയുർവേദ യോഗ പദ്ധതിയിൽ അവർക്ക് പരിചരണം കൊടുക്കുന്നു. ഒപ്പം ശുദ്ധമായ വാഗ് ഉച്ചാരണം, ശബ്ദശാസ്ത്രത്തിന്റെ നിരന്തരമായ വിനിമയം നടക്കണം, വ്യാകരണം വേണം. നേരത്തെ നമ്മൾ പറഞ്ഞ ശരീരത്തിന്റെയും വാക്കിന്റെയും മനസ്സിന്റെയും ശാസ്ത്രീയമായിട്ടുള്ള വ്യവഹാരം സാമൂഹികമായിട്ട് ആ അന്തരീക്ഷം തന്നെ നിലനിന്നാൽ മാത്രമേ ഉത്തമ ജീവിതം സാധിക്കുകയുള്ളൂ, ഋഷികൾ ജനിക്കുകയുള്ളൂ. ഋഷികൾ എന്നാൽ ഇന്നും ഉണ്ടാവും, പക്ഷെ അതിന് ഈ സാഹചര്യമാണ്. ഇത് ഉണ്ടായ അടുത്ത ഘട്ടത്തിൽ ഗുരുകുലം ഉണ്ടാവും. ഋഷികളില്ലാതെ ഗുരുകുലം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് പഞ്ചകുലം വേണം: വൃക്ഷകുലം, ഗോകുലം, ആരോഗ്യകുലം, ഋഷികുലം, ഗുരുകുലം. കാരണം എന്താണ്? ഓരോ തലമുറയും ഗുരുത്വത്തിലേക്ക് വരുന്നതിനാണ് ഗുരുകുലം എന്ന് പറയുന്നത്. ആദ്യം ഒരു തലമുറ ഉണ്ടാണല്ലോ, വ്യക്തതയുള്ള, വിശാബോധമുള്ള, പരമ്പരയിൽ കണ്ണുചേരുന്ന ഒരു തലമുറ ഉണ്ടായാൽ അടുത്ത തലമുറയ്ക്ക് സാധ്യത, അപ്പോഴേ ഗുരുകുലം ഉണ്ടാവുകയുള്ളൂ. ഇതിനെ ചിന്തിച്ചു നോക്ക്. വൃക്ഷകുലം, ഗോകുലം, ആരോഗ്യകുലം, ഇത്രയും ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, ശരീരശാസ്ത്ര വിഷയം. അതിൽ ആരോഗ്യകുലം യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഋഷികുലവും യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം യോഗ ജീവിതം, ഞാൻ നേരത്തെ പറഞ്ഞു, വിഷയം വിട്ടു പോകരുത്. ശരീരശാസ്ത്രം എന്ന നിലയിൽ ആയുർവേദം, വാക് ശാസ്ത്രം എന്ന നിലയിൽ വ്യാകരണം, മനഃശാസ്ത്രം എന്ന നിലയിൽ യോഗദർശനം, യോഗശാസ്ത്രം. ഇവ തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ നമുക്ക് ഈ 5 കുലം വേണമല്ലോ. ഈ 5 കുലത്തിന് ബേസ് ആയിട്ട് 5 ശാസ്ത്രം വേണം, 3 ശാസ്ത്രം വേണം. 3 ശാസ്ത്രം പ്രവർത്തിച്ചാൽ മാത്രമേ അതിന്റെ നിരന്തരമായിട്ട് അതിന്റെ ജ്ഞാനം സുലഭമായി നിലനിന്നാൽ മാത്രമേ ഈ 5 കുലങ്ങൾ സാധിക്കുകയുള്ളൂ. അപ്പൊ വൃക്ഷകുലം, ഗോകുലം, ആരോഗ്യകുലം ഇത്രയും ആയുർവേദവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അവിടെയെല്ലാം പ്രത്യേക ആയുർവേദ ശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഗ്രന്ഥരൂപത്തിൽ കിട്ടും. വൃക്ഷായുർവേദം, ഹസ്ത്യായുർവേദം, അതുപോലെ തന്നെ അശ്വായുർവേദം, ഇങ്ങനെ ഓരോന്നിനെയും സ്പെസിഫിക് ആയിട്ട് കാണണം. കുട്ടികൾക്ക് വേണ്ടി കൗമാരഭൃത്യം, കുട്ടികളുടെ ശുശ്രൂഷ, നിദാനം, രോഗത്തെ സംബന്ധിച്ച് നിദാനം എന്നും ഇങ്ങനെ ഓരോന്നും സ്കന്ധങ്ങളായിട്ട് തിരിച്ച് ആയുർവേദം എന്ന് പറഞ്ഞ മഹാശാസ്ത്രം നിലനിന്നിരുന്നു. അതിന്റെ ഒരു മുറിശാസ്ത്രം മാത്രമാണ് ഇപ്പോൾ BAMSന്റെയും മറ്റു രൂപത്തിൽ. കാരണം എന്താണ്? ഈ സയൻസിന്റെ രൂപത്തിലേക്ക് അതിനെ വെട്ടി ചുരുക്കിയെടുത്തു. അതാണ് മറ്റൊരു അപകടം. ഇന്നിപ്പം നമ്മൾ ആയുർവേദം എന്ന് പറഞ്ഞ് കാണുന്ന സാമഗ്രി ആയുർവേദ ശാസ്ത്രമല്ല, മറിച്ച് അതിന്റെ മുറിശാസ്ത്രമാണ്, മുറിവൈദ്യമാണ്. അവര് പാരമ്പര്യ വൈദ്യന്മാരെ മുറിവൈദ്യന്മാരെന്ന് പറഞ്ഞു ആക്ഷേപിച്ചു. സത്യത്തിൽ അവരാണ് മുറിവൈദ്യന്മാർ. കാരണം അവർ ഒരു വിഷയം പോലും പൂർണ്ണമായിട്ട് പഠിച്ചുകൊണ്ടല്ല ആയുർവേദത്തിന്റെ പ്രയോഗത്തിലേക്ക് പോകുന്നത്. അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു? ഇതര സയൻസ് വിദ്യകളുടെയൊക്കെ സഹായം തേടും. അത് വളരെ ദുർബലമായിട്ടുള്ള ഒരു വിജ്ഞാന വിനിമയം എന്നേ പറയാൻ കഴിയുള്ളൂ. അതിനെ ആയുർവേദം എന്ന് പറഞ്ഞാൽ പരമ്പരയ്ക്ക് നാണക്കേടാണ്. അത് പറയാതിരിക്കാൻ വയ്യ, കാരണം അത്രയും അത് മുറിശാസ്ത്രമാണ്. ഒരു സമഗ്ര ദൃഷ്ടിയോടുകൂടിയല്ല. ആയുർവേദം പുലർന്ന മണ്ണിൽ എങ്ങനെയാണ് നിലനിന്നു, ആയുർവേദത്തെ എങ്ങനെയാണ് അവര് രാഷ്ട്ര ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിലനിന്നത് എന്നത് ചിന്തിക്കണം. അത് ചെറിയൊരു കാര്യമല്ല, അസാധ്യമായ കാര്യമല്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഗ്രന്ഥം ഉണ്ട്, ഗ്രന്ഥ വഴിയുണ്ട്, വരമൊഴിയുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ മുഴുവനും പ്രയോഗമുണ്ട്. കേരളത്തില് പിന്നെ കുറഞ്ഞു പോയിട്ടുണ്ടാകും, പക്ഷെ സാധാരണ ജീവിതം നയിക്കുന്ന ഭാരതീയ ജനതകൾക്കിടയിൽ ആയുർവേദത്തിന്റെ ശാസ്ത്രം, ആയുർവേദത്തിന്റെ പ്രയുക്ത വിധികളുണ്ട്. അത് പൂർവികര് പിന്നെ പലരും അത് സമാഹരിച്ചിട്ടുണ്ട്. വിദേശികൾ ഇഷ്ടം പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഛത്തീസ്ഗഡിലും മറ്റും തുടർച്ചയായിട്ട് വിദേശികളുടെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. അപ്പം ആരോഗ്യകുലം വരെയുള്ള ആ മൂന്ന് കുലത്തില് ശരീരശാസ്ത്രം, മനഃശാസ്ത്രം അതങ്ങനെ ലിങ്ക് ചെയ്തു. ആയുർവേദവും യോഗശാസ്ത്രവും ലിങ്ക് ചെയ്തു.
കാരണം ആരോഗ്യത്തെ സംബന്ധിച്ച് മനസ്സിന്റെ ആരോഗ്യം പ്രധാനമാണ്. അവിടെ യോഗനിഷ്ഠ വേണം, യോഗ സാധനങ്ങൾ വേണം, വ്യായാമാദികൾ വേണം, ആസനങ്ങളുടെയും മറ്റും മുറ വേണം. ഋഷികുലത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും യോഗികളും ഋഷികളും രണ്ടല്ല. അപ്പൊ അവിടെയും യോഗ ദർശനം വന്നു. ഇനിയാണ് വിഷയം, ഇത് തലമുറകളിലേക്ക് പകരുമ്പോഴാണ്. ഈ ഒരു തലമുറയിൽ ഋഷികൾ വന്നു കഴിഞ്ഞാൽ അവര് അടുത്ത തലമുറയ്ക്ക് എന്ത് നൽകുന്നു? അതിന്റെ പേരാണ് ശബ്ദശാസ്ത്രം അല്ലെങ്കിൽ വാക്ക്. യാവത് ബ്രഹ്മനിഷ്ഠിതം താവതി വാക്ക്. എന്താണ് ഈ വാക്ക്? നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വെറും വൈഖരിക്ക് ശുദ്ധമായ വൈദികാർത്ഥത്തിൽ വാക്കെന്ന് പറയാനാവില്ല. കാരണം അതിനകത്ത് കാലുഷ്യങ്ങളുള്ളത് അവഭ്രംശമാണ്. അതിനകത്ത് ഒരുപാട് നമ്മുടെ ഉച്ചാരണം ഉൾപ്പെടെയുള്ളതിനകത്തെല്ലാം ഉപദേശത്തിന്റെ നില കുറവാണ്. അതില് സാധാരണ നേരത്തെ പറഞ്ഞ സാധാരണ ജീവി എന്ന നിലയിലുള്ള സാമാന്യമായ കാര്യങ്ങൾ കൂടുതലാണ്, വിശേഷത കുറഞ്ഞിരിക്കും. അപ്പൊ വാക്കാവണമെങ്കിൽ എന്ത് വേണം? യാവത് ബ്രഹ്മനിഷ്ഠിതം താവതി വാക്ക്. ഈശ്വരൻ ഉറച്ചതാവണം. ഈശ്വരനെ ഗ്രഹിക്കുവാനും ഗ്രഹിപ്പിക്കുവാനും ഒക്കെ കഴിയുന്നതാവണം ഈ വാക്ക്. അതാണ് തലമുറകൾ തമ്മിലുള്ള വ്യവഹാരത്തിൽ പകരേണ്ടത്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഗുരുകുലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്രമം, ശരീരം, മനസ്സ്, വാക്ക് എന്ന് പറയുന്ന ആ ഒരു ക്രമം പ്രയോഗത്തില്, പഠന പാഠന പരമ്പരയിൽ ഉണ്ടാകും. അത് കണ്ടെത്തി അതിന്റെ കുറവുകൾ പരിഹരിച്ച് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു സമൂഹം ജാഗരണം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വേദവിദ്യ എന്ന് പറഞ്ഞതിനെ സാക്ഷാത്കരിക്കാനാവുകയുള്ളൂ. അത് ലഘുവായ ജീവിതത്തിൻ്റെതല്ല, മഹാജീവിതത്തിൻ്റെതാണ്, രാഷ്ട്ര ജീവിതത്തിൻ്റെതാണ്. അപ്പം രാഷ്ട്രത്തിൽ ജാഗരണം കൊള്ളണം നമ്മൾ. വയം രാഷ്ട്രീയ ജാഗ്രിയാമ. ഇതാണ് ഋഷികൾ നമ്മളോട് പറഞ്ഞത്. ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊണ്ടു, രാഷ്ട്രത്തെ ഉരുവാക്കി, നിങ്ങൾക്ക് വേണ്ടി രാഷ്ട്രത്തെ നൽകി. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് രാഷ്ട്രത്തെ നൽകണം. അതിനുവേണ്ടി ജാഗരണം കൊള്ളണം. അങ്ങനെ ജാഗരണം കൊള്ളണമെങ്കിൽ നമ്മൾ ഈ കുലങ്ങളാവണം. ആ കുലങ്ങൾ 5 ഉണ്ട്. 5-1 ഗുരുകുലം. അപ്പൊ ആ ഗുരുകുലത്തിലേക്ക് എത്തണമെങ്കിൽ ഇത്രയുമൊക്കെ അനുബന്ധങ്ങൾ വേണം. അതിനുവേണ്ടിയുള്ള സക്രിയമായ ബോധ ആചരണങ്ങൾ വേണം. അപ്പം അധീതി, ബോധ, ആചരണ, പ്രചരണ, ഇങ്ങനെയാണല്ലോ പോകുന്നത്. അധീതി, ആദ്യം അവയർനെസ് ഉണ്ടാണ്. എങ്ങനെയാണ് പൂർവീകരി ചിട്ടകളെ നിലനിർത്തിയെടുത്തത്? നേരത്തെ പറഞ്ഞ ലോകോത്തരമായ ഒരു ജീവിത മാതൃകയെ അവര് എന്നേക്കും എന്നേക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുവിനെ പിന്നെയും ഓർത്തെടുക്കുകയാണ്. ഏതദേശ പ്രസൂതസ്യ സകാശാത് അഗ്രജന്മൻ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവിയാ സർവമാനവ എന്ന് ഘോഷിച്ച, അതുപോലെ യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി ന തത് ക്വചിത്. അപ്പം ഇവിടെ ഉള്ളത് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായേക്കാം, ഇവിടെ ഇല്ലാത്തത് മറ്റെങ്ങും ഉണ്ടാവില്ല. അപ്പം മറ്റെങ്ങും ഇല്ലാത്തതും ഇവിടെ ഉണ്ട് എന്ന് മഹാഭാരതത്തിലെ വ്യാസൻ ഘോഷിക്കുന്നു. ഇതിന് കാരണം എന്താണ്? രാഷ്ട്രജീവിതമാണ് അവർക്ക് അത്രയും വില നൽകിയത്. വമ്പിച്ച രാഷ്ട്രജീവിതം, അധ്യാത്മ പ്രവണമായ, മോക്ഷത്തെ മുൻനിർത്തിയ മുമുക്ഷുത്വം ആണ് മികച്ച രാഗം, ആഗ്രഹം. വിരാഗികളാകുക എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ രാഗമല്ല. വൈരാഗ്യം എന്ന് വെച്ചാൽ ചെറിയ രാഗമല്ല. ഏറ്റവും വലുതിനോട് തോന്നുന്ന പ്രേമത്തിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഉപനിഷത്തിന്റെ ഭാഷ. നാൽപേ സുഖമസ്തി, ചെറുതിൽ സുഖമില്ല, ഭൂമാവൈ സുഖം, വലുതിലാണ് സുഖം. അതുകൊണ്ട് ബ്രഹ്മത്തെ, ഭൂമാവിനെ വാസിക്കൂ. അപ്പൊ ബ്രഹ്മോപാസനയാണ് മുന്നോട്ട് വെച്ചത്. അതൊക്കെ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. അതിന് പകരമുള്ള ദേവതാരാധനകളും മറ്റും തന്ത്രവും മറ്റും എത്ര തുച്ഛമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ വഴിയൊക്കെ ഉയരേണ്ടതുണ്ട്, നമ്മളുടെ ചിന്തയെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേദശാസ്ത്ര പഠനം അനിവാര്യം. ആദ്യം അധീതി, അറിയണം, ബോധം ഉണരണം, പിന്നെയോ ആചരണം, അത് അനുശീലിക്കണം. എത്രയെങ്കിലും അനുശീലിക്കണം, അതിനെ കൊണ്ടാവുന്ന രീതിയിൽ പിന്നെ അത് പ്രചരിപ്പിക്കണം. അപ്പൊ ആ നിലയ്ക്ക് ഗുരുകുലത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള പ്രാഥമികമായിട്ടുള്ള ഒരുപാട് യാത്ര നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഗുരുകുലം വേണമെന്ന ചിന്ത വന്നത് വലിയ കാര്യമാണ്. അതിനുവേണ്ടിയുള്ള അനുശീലനങ്ങൾ പലയിടത്തും നടക്കുന്നു, അതും വലിയ കാര്യം. പക്ഷെ അതിന് ഈ അനുബന്ധങ്ങൾ ഇല്ല എങ്കിൽ അത് വേണ്ട വിധത്തിൽ നമുക്ക് ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അത് പൂർവികരുടെ അവർക്ക് യോഗ്യമായത് എന്നും ഒരു പ്രാചീന യോഗ്യത എന്ന് പറയത്തില്ല, അത് കുറയും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് പഞ്ചത്തോടുകൂടി, വ്യക്തിനിഷ്ഠത കുറച്ചുകൊണ്ട്, ആൾ ദൈവ സ്വഭാവം കളഞ്ഞുകൊണ്ട്
നമുക്ക് പരമ്പരയോട് ചേരാം. നമസ്തേ. വല്ലാത്തൊരു ലോകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ആചാര്യന് അതിനെ ഞാൻ ഒരു സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഈ വിഷയത്തിൽ ആർക്കെങ്കിലൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് 12 പെട്ടെന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ചോദ്യങ്ങൾ ഇട്ടിട്ട് പിന്നീട് അടുത്ത ആഴ്ച ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഏതായാലും അതിൽ ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കും.